Good morning. Good morning, ma'am. Good Good morning, ma'am. morning, Morning, ma'am. Okay, നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ ലോണ്ടറി ആൻഡ് ലിനൻ സർവീസസ് അല്ലേ പഠിച്ചോണ്ടിരുന്നേ? ആ ചാപ്റ്റർ അല്ലേ? ഓക്കെ. ഇമ്പോർട്ടൻസ് ഓഫ് ലോണ്ടറി സർവീസിന് ഹോസ്പിറ്റൽ വരെയല്ലേ എടുത്തു നിർത്തിയത്? ഫസ്റ്റ് പോയിന്റ്സ് പറഞ്ഞിരുന്നു. സെക്കൻഡ് പോയിന്റ് സ്റ്റാർട്ട് ചെയ്തിരുന്നോ? പ്ലാനിംഗ് ഫോർ ഹോസ്പിറ്റൽ ലിനൻ ആൻഡ് ലോണ്ടറി സർവീസസ്. അത് പറഞ്ഞിരുന്നു മിസ്. മെക്കാനിക്കൽ ലോണ്ടറി സർവീസ് അതാ സെന്ററിലായി. ഓക്കെ, ശരി. ഓക്കെ, ശരി. അവിടെ വരെ ക്ലിയർ അല്ലേ? അപ്പൊ ആ ഒരു പ്ലാനിങ് ഒന്നും കൂടി നമുക്ക് പറയാം കേട്ടോ. അതിനുശേഷം ബാക്കിയുള്ള ഭാഗം കൂടി ഒന്ന് ഫിനിഷ് ചെയ്യാം. ഓക്കെ. അപ്പൊ പ്ലാനിങ് ഫോർ ഹോസ്പിറ്റൽ ലിനൻ ആൻഡ് ലോണ്ടറി സർവീസസ് അല്ലെ, ഒരു ഹോസ്പിറ്റലില് ലോണ്ടറി ആൻഡ് ലിനൻ സർവീസ് ആവശ്യമാണോ എന്ന് തീരുമാനിക്കുന്നതിന് വേണ്ടി കുറച്ച് കാര്യങ്ങൾ നമ്മൾ, കുറച്ച് ഫാക്ടേഴ്സ് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ശ്രദ്ധിച്ചിട്ടാണ് അത് ആസൂത്രണം ചെയ്യുന്നത്. എന്തിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ്? സൈസ് ഓഫ് ദ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റലിന്റെ വലിപ്പത്തിനനുസരിച്ച് അല്ലെ. വലിയൊരു ഹോസ്പിറ്റൽ ആണെങ്കിൽ ഉറപ്പായിട്ടും അവിടെ നല്ലൊരു ലോണ്ടറി സർവീസ് വേണം. കാരണം അത്രയും അധികം തുണിത്തരങ്ങൾ ഉണ്ടായിരിക്കും, അത് നമുക്ക് പുറത്ത് കൊടുത്ത് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ സൈസ് എങ്ങനെയാണ്, ഹോസ്പിറ്റലിന്റെ വലിപ്പം എങ്ങനെയാണ്, ഏത് തരത്തിലുള്ള കൈൻഡ് ഓഫ് ദ ഹോസ്പിറ്റൽ, ഏത് തരത്തിലുള്ള ഹോസ്പിറ്റലാണ്, അവിടെ ഏത് തരത്തിലുള്ള സ്പെഷ്യാലിറ്റി ആണ് കൂടുതലും അവർ ഫോക്കസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്ക് ആ ഒരു ഹോസ്പിറ്റലിന്റെ തൊട്ട് സമീപ പ്രദേശങ്ങളിലായിട്ട് ഈ ലോണ്ടറി ആൻഡ് ലിനൻ സർവീസുകൾ നമുക്ക് ലഭ്യമാണ്. അതായത് ഔട്ട്സോഴ്സ് പോലെ എക്സ്റ്റേണൽ ആയിട്ട് നമുക്ക് ഇപ്പൊ പുറത്ത് കൊടുത്ത് ചെയ്യണമെങ്കിൽ തന്നെ നമ്മുടെ ആ ഒരു ഹോസ്പിറ്റലിന് ചുറ്റുപാടുമുള്ള ആ ഒരു പ്രദേശത്തായിരിക്കണം അല്ലെ. അപ്പൊ അങ്ങനെ എന്തെങ്കിലും അവൈലബിൾ ആണോ എന്ന് പരിശോധിക്കണം. അതോടൊപ്പം തന്നെ വെതർ കണ്ടീഷൻസ്, ആ ഒരു ഹോസ്പിറ്റലിൽ ഇരിക്കുന്ന ആ ഒരു ഭാഗത്തുള്ള കാലാവസ്ഥ വ്യതിയാനങ്ങള് അല്ലെങ്കിൽ കാലാവസ്ഥ വ്യത്യാസങ്ങളൊക്കെ എന്തൊക്കെയാണ്, നമുക്ക് ഓക്കെ ആണോ, ഒരു ലോണ്ടറി സർവീസ് തുടങ്ങിയാൽ നമുക്കത് പ്രാക്ടിക്കബിൾ ആണോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കണം. അതുപോലെ ടൈപ്പ് ഓഫ് പീപ്പിൾ എന്ന് പറഞ്ഞാൽ ഏത് തരത്തിലുള്ള ഉപഭോക്താക്കളാണ് അവിടെ കൂടുതലും വരുന്നത്, ഹോസ്പിറ്റലിലെ ഏത് തരത്തിലുള്ള ഉപഭോക്താക്കളാണ് വരുന്നത്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൺസിഡർ ചെയ്തുകൊണ്ടാണ് ഒരു ഹോസ്പിറ്റലിൽ ലോണ്ടറി ആൻഡ് ലിനൻ സർവീസസ് ആവശ്യമാണോ ഇല്ലയോ എന്ന് ആസൂത്രണം ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതായിരുന്നു. ഇത്രയും ഓക്കെ അല്ലേ? പ്ലാനിങ് എന്തൊക്കെ ഫാക്ടേഴ്സ് വെച്ചിട്ടാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് എന്നുള്ളത്. Okay. Then next പറയുന്നത് mechanized laundry service has been established as the best method for washing linen. ഇപ്പൊ നമുക്കറിയാം, നമ്മളൊരു മെഷീൻ, ഇപ്പൊ ഒരു ലോണ്ടറി സർവീസ്, വലിയ രീതിയിലുള്ള ഒരു ലോണ്ടറി സർവീസ് നടത്തുമ്പോഴോ അല്ലെങ്കിൽ ഇപ്പൊ നമ്മുടെ നമ്മുടെ വീടുകളിലാണെങ്കിൽ പോലും മുൻപ് നമ്മൾ എങ്ങനെയായിരുന്നു, ഹാൻഡ് വാഷിംഗ് ആയിരുന്നു അല്ലെ, കൈ ഉപയോഗിച്ചായിരുന്നു അലക്കിയിരുന്നതും കഴുകിയിരുന്നതും. പക്ഷെ ഇപ്പൊ എന്തായി, മെഷീനുകളാണ് അല്ലെ. നമ്മൾ എല്ലാത്തിനും മെഷീന്റെ സഹായം ആവശ്യമായി വരുന്നുണ്ട്. ഈ പറയുന്ന ലോണ്ടറി സർവീസ് നമ്മൾ ആരംഭിക്കുമ്പോഴും അവിടെയും ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡ് എന്ന് പറയുന്നത് എങ്ങനെയാ, മെക്കനൈസ്ഡ് ലോണ്ടറി സർവീസ്. എന്താന്ന് വെച്ചാൽ യന്ത്രവൽകൃതമായിട്ടുള്ള ലോണ്ടറി സർവീസുകൾ അല്ലെ, മെഷീൻസ് ഉപയോഗിച്ചുകൊണ്ടുള്ളത് തന്നെയാണ് നമുക്ക് ഈ പറയുന്ന ലിനൻസ് വാഷ് ചെയ്യാനായിട്ടുള്ള ഒരു ബെസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. കാരണം എന്തുകൊണ്ടാ, ഇറ്റ് ഈസ് നോട്ട് ഓൺലി കൺവീനിയന്റ് ബട്ട് സേഫ്, dependable and cheaper when compared with other methods. ഇത് നമുക്ക് സൗകര്യപ്രദം മാത്രമല്ല, എന്താ, വളരെ സുരക്ഷിതമാണ്, നമുക്ക് വളരെ വിശ്വസനീയമാണ്, അതുപോലെ തന്നെ cheaper when compared with other methods. മറ്റ് മെത്തേഡുകളെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് വളരെ ചീപ്പർ ആയിട്ട് ഇത് ലഭ്യവുമാണ് അല്ലെ. നമുക്ക് ഒന്ന് ആലോചിച്ച് നോക്കേ, ഒരുപാട് സ്റ്റാഫുകളെ വെച്ച് നമ്മൾ ഹാൻഡ് വാഷ് ചെയ്താണ് ഈ പറയുന്ന ഒരു സർവീസ് കൊടുക്കുന്നതെങ്കിൽ ഒരുപാട് തുക നമുക്ക് ചെലവാകും അല്ലെ. ആ ഒരു സ്റ്റാഫുകളെ നിയമിക്കണം, അവർക്കുള്ള അവർ ചെയ്യുന്ന ജോലിക്ക് അതിനുള്ള പ്രതിഫലങ്ങൾ കൊടുക്കണം. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഒരുപാട് കോസ്റ്റ്ലി ആവുന്നുണ്ട്. അതേസമയം അതിന് പകരം ഒരു മെഷീൻ വെക്കുകയാണെങ്കിലോ എന്താണ്, വളരെ സേഫ് ആയിട്ട് നമുക്ക് കിട്ടും, എളുപ്പത്തിൽ കിട്ടും അല്ലെ. ഇപ്പൊ ഇത്രയും സ്റ്റാഫുകളെ വെക്കേണ്ട ബുദ്ധിമുട്ടോ നമുക്ക് അത് പെട്ടെന്ന് കിട്ടും. അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് സ്റ്റാഫുകളെ വെച്ച് പ്രവർത്തിപ്പിക്കേണ്ട ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല അല്ലെ. അതുകൊണ്ട് തന്നെ ഈ ഒരു മെക്കനൈസ്ഡ്
സ്പെഷ്യലൈസ്ഡ് ലോണ്ടറി സർവീസ് അല്ലെങ്കിൽ യന്ത്രവൽകൃതമായിട്ടുള്ള ഇങ്ങനെ ഒരു ലോണ്ടറി സർവീസ് കൊണ്ടുവരിക അല്ലെങ്കിൽ മെഷീൻസ് ഉപയോഗിക്കുക എന്ന് പറയുന്നത് തന്നെയാണ് ഏറ്റവും നല്ലൊരു ബെസ്റ്റ് മെത്തേഡ് ആയിട്ട് പറയുന്നത്. നമുക്ക് സൗകര്യപ്രദമാണ്, സേഫ് ആണ്, ഡിപ്പെൻഡബിൾ, നമുക്ക് വിശ്വസനീയമാണ്, അതുപോലെ തന്നെ മറ്റ് മെത്തേഡുകളെ അപേക്ഷിച്ച് ചീപ്പറുമാണ്. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് പറയുന്നത് why are administrators choosing to outsource? എന്തിനു വേണ്ടിയാണ്, എന്ത് കാരണങ്ങൾ കൊണ്ടാണ് അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഒരു ഔട്ട്സോഴ്സ് അല്ലെങ്കിൽ ഒരു പുറത്തെ ഏജൻസിക്ക് നമ്മുടെ തുണികൾ, ഇപ്പൊ നമ്മുടെ വീട്ടിലാണെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടാണ്, വാഷ് ചെയ്യാനായിട്ട് നമുക്ക് സമയമില്ല, അതെന്നുണ്ടെങ്കിൽ നമ്മളല്ലെങ്കിൽ അത്രയും നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള തുണികളാണ്, നമുക്ക് വീഡിയോ ഇട്ട് കഴിക്കാൻ നന്നാവില്ലെങ്കിൽ നമ്മൾ പുറമെ ഡ്രൈ ക്ലീനിങ് സെന്ററുകളൊക്കെ കൊടുത്ത് നമ്മൾ വാഷ് ചെയ്ത് വാങ്ങാറുണ്ട് അല്ലെ. അതുപോലെ തന്നെ ഇപ്പൊ ഒരു ഹോസ്പിറ്റലില്, ഒരു ചെറിയ ഹോസ്പിറ്റൽ ആണെന്ന് വിചാരിക്കാം. ആ ഹോസ്പിറ്റല് പുറത്തെ ഒരു ഔട്ട്സോഴ്സിങ്ങിനെ അല്ലെങ്കിൽ പുറത്തെ ഒരു ഏജൻസിയെ ഈ പറയുന്ന ലോണ്ടറി സർവീസിന് വേണ്ടി എന്തുകൊണ്ട് ചൂസ് ചെയ്യുന്നു? അതിന് കുറെ കാരണങ്ങൾ ഉണ്ടാവും അല്ലെ. എന്ത് വേണ്ടി അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ അവരെ ചൂസ് ചെയ്യുന്നത്? നോക്കിയേ, അതില് എന്തൊക്കെ കാര്യങ്ങളാ പറയുന്നേ? ഹാവിംഗ് എ ലോണ്ടറി ഡിപ്പാർട്ട്മെന്റ് ഇൻവോൾവ് എ ലോട്ട് ഓഫ് ലേബർ അല്ലെ. ഒരുപാട് സ്റ്റാഫുകളെ വെക്കേണ്ടതായിട്ട് വരും ഒരു ലോണ്ടറി ഡിപ്പാർട്ട്മെന്റ് ആകുമ്പോൾ അല്ലെ. സ്വാഭാവികമായിട്ടും മെഷീൻസ് ആണ് വാഷ് ചെയ്യുന്നതെങ്കിൽ പോലും അതിന്റെ പ്രോസസ്സിങ്ങും കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഒരുപാട് സ്റ്റാഫുകളെ നമ്മളവിടെ തൊഴിലാളികളെ വെക്കേണ്ടതായിട്ട് വരില്ലേ? വരുമോ? ഒരു ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് ഒരു സർവീസ് സെന്റർ ആയിട്ട് തുടങ്ങുമ്പോ വരും. അപ്പൊ അതുപോലെ തന്നെ അഡ്വാൻസ്ഡ് മെഷീനറീസ് വേണം അല്ലെ. പുതിയതാണ്, പണ്ട് കാലം വഴിയൊന്നും ഉപയോഗിക്കുന്ന രീതിയിലുള്ളതൊന്നല്ല, പുതിയതായിട്ട് പെട്ടെന്ന് നമുക്ക് ഇത് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള അഡ്വാൻസ്ഡ് മെഷീനറീസ് വേണം. അതുപോലെ തന്നെ മെറ്റീരിയൽസ് ആൻഡ് കോസ്റ്റ്, ഇതുമായി ബന്ധപ്പെട്ട പല മെറ്റീരിയൽസും ചിലവൊക്കെ ഒരുപാട് വരുന്നുണ്ട് അല്ലെ. അപ്പൊ അതുകൊണ്ട് മെഡിക്കൽ ഇനൻസ് എന്നല്ല കേട്ടോ, ലിനൻസ് എന്നാണ് കേട്ടോ. മെഡിക്കൽ ലിനൻസ് ആർ ഓൾവേസ് എക്സ്പോസ്ഡ് ടു ഇൻഫെക്ഷൻ ആൻഡ് ഡേഞ്ചറസ് മെറ്റീരിയൽ. നമുക്കറിയാം എല്ലാ മെഡിക്കൽ പരമായിട്ടുള്ള തുണിത്തരങ്ങളും എപ്പോഴും ഓൾവേസ് എക്സ്പോസ്ഡ് ആണ് അല്ലെ. ഇൻഫെക്ഷനോ ഡേഞ്ചറസ് മെറ്റീരിയൽസും ഒക്കെ ആയിട്ട് കണ്ടാമിനേറ്റഡ് ആവാനായിട്ട് അല്ലെങ്കിൽ സമ്പർക്കത്തിൽ വരാനായിട്ട് എപ്പോഴും സാധ്യതയുള്ള തുണിത്തരങ്ങളാണ്. അതുകൊണ്ട് തന്നെ അത് അതിൻ്റെതായ രീതിയിൽ നമ്മൾ പ്രോസസ് ചെയ്തെടുക്കുകയും വേണം അല്ലെ. ഇഫ് ആക്ച്വൽ പ്രൊസീജിയേഴ്സ് ആർ നോട്ട് ഫോളോ it will have a major effect on the quality of service provided. നമ്മൾ ഈ ചെയ്യുന്ന ഈ തുണിത്തരങ്ങൾ നമ്മൾ പ്രോസസ് ചെയ്തെടുക്കുന്നത് വളരെ വൃത്തിയായിട്ട് അല്ലെങ്കിൽ വളരെ കൃത്യമായിട്ടുള്ള പ്രൊസീജിയർ നമ്മൾ അവിടെ ഫോളോ ചെയ്തില്ല എങ്കിൽ അതെന്തിനെ ബാധിക്കുന്നു? നമ്മൾ കൊടുക്കുന്ന സർവീസിന്റെ ഗുണനിലവാരത്തെ കാര്യമായിട്ട് ബാധിച്ചേക്കാം. അതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് ഇതുപോലെ ഒരു ഹോസ്പിറ്റൽ ഒരുപാട് ഇതിന് വേണ്ടി ലേബർ അല്ലെങ്കിൽ കുറെ തൊഴിലാളികളെ വെക്കാനായിട്ട് ചിലപ്പോ അതിൻ്റെതായ ഫണ്ട് കുറവുണ്ടാവാം. അതുപോലെ തന്നെ ഇപ്പൊ അഡ്വാൻസ്ഡ് മെഷീനറീസ് വാങ്ങണം, അതിനനുസരിച്ച് മെറ്റീരിയൽസും കോസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള ഇതൊക്കെ ഇൻസ്റ്റാൾ ചെയ്താലും അതിനനുസരിച്ച് നല്ല രീതിയിലുള്ള പ്രൊസീജിയേഴ്സിലല്ല പ്രോസസ്സ് ചെയ്യുന്നതെങ്കിൽ അവിടെയും നമ്മുടെ ആ ഒരു ക്വാളിറ്റിയില് എന്താണ് ക്വാളിറ്റിയെ കുറവ് കൊണ്ടുവരും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നിൽക്കുന്നത് കൊണ്ട് തന്നെ ചില ഹോസ്പിറ്റലുകാര് ഒരു ഔട്ട്സോഴ്സിനെയാണ് അത് ഡിപ്പെൻഡ് ചെയ്യുന്നത്. When a professional medical laundry service of an external agency is to handle hospital linen with a high level of care as per the specialized needs, it is known as outsourcing. അപ്പൊ ഔട്ട്സോഴ്സിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ശരിക്കും ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള മെഡിക്കൽ ലോണ്ടറി സർവീസ് ആണ്. ഈ ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള മെഡിക്കൽ ലോണ്ടറി സർവീസ് ഒരു എക്സ്റ്റേണൽ ഏജൻസി നടത്തുന്ന, ഒരു ബാഹ്യ ഏജൻസി നടത്തുന്ന ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള മെഡിക്കൽ ലോണ്ടറി സർവീസ് ആണ്. ഈ ഒരു സർവീസില് അവർ ഈ ഹോസ്പിറ്റലിൽ നിന്ന് വരുന്ന ഇങ്ങനെയുള്ള തുണിത്തരങ്ങളെല്ലാം അവർ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുന്നുണ്ട്. ആ ഹോസ്പിറ്റൽ ആവശ്യപ്പെടുന്ന രീതിയിൽ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള അവരുടെ ആവശ്യകതകൾ എങ്ങനെയാണോ വൃത്തിയാക്കി എടുക്കേണ്ടത് അതേ രീതിയിൽ തന്നെ നല്ല ഉയർന്ന ലെവൽ ഓഫ് പരിചരണത്തിൽ ഹൈ ലെവൽ ഓഫ് കെയർ കൊടുത്തുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്യുന്നു? ഈ ഹോസ്പിറ്റൽ തുണിത്തരങ്ങളെ കൈകാര്യം ചെയ്യുന്ന ഒരു എക്സ്റ്റേണൽ ഏജൻസിയെയാണ് നമ്മൾ ഔട്ട്സോഴ്സിംഗ് എന്ന് പറയുന്നത്. അപ്പൊ അത് പുറത്ത് നമ്മൾ കൊടുത്ത് ചെയ്യിക്കുക, അത്രയും മാത്രം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. അപ്പൊ അവിടെ കൊടുത്ത് ചെയ്യിക്കുമ്പോൾ നമ്മൾ പറയും അല്ലെ, ഇപ്പൊ നമ്മളാണെങ്കിൽ തുണികൾ കൊടുക്കുമ്പോൾ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം അല്ലെ, പറഞ്ഞു കൊടുത്തല്ലേ ചെയ്യിച്ച് കൊണ്ടുവരുന്നത് അല്ലെ, ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം, ഇന്ന ഭാഗത്തൊക്കെ ഇങ്ങനെ സ്റ്റെയിൻസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കാറില്ലേ. അതുപോലെ തന്നെ ഹോസ്പിറ്റലുകാരും അവരുടേതായ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള നീഡ്സ് അല്ലെങ്കിൽ ആവശ്യകതകൾ ആ ഏജൻസിയെ അറിയിക്കുകയും ആ ഏജൻസി അതിനനുസരിച്ചുള്ള ഹോസ്പിറ്റലിൽ പറയുന്നതിനനുസരിച്ചുള്ള ഹൈ ലെവൽ ഓഫ്
കെയർ കൊടുത്തുകൊണ്ട് ഈ തുണിത്തരങ്ങൾ കൈകാര്യം ചെയ്യുകയും പ്രോസസ് ചെയ്ത് വളരെ നീറ്റ് ആയിട്ടുള്ള ലിനൻസ് സപ്ലൈ ചെയ്യുകയും ചെയ്യുന്നു. Then while selecting a laundry service, administrators have to consider the following factors. അപ്പോൾ എപ്പോഴും ഒരു ലോണ്ടറി സർവീസ് സെലക്ട് ചെയ്യുമ്പോൾ ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് കൺസിഡർ ചെയ്യുന്ന കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട്. ഇപ്പൊ നമ്മളൊരു ഔട്ട്സോഴ്സിംഗ് ചൂസ് ചെയ്യാണെന്ന് വിചാരിച്ചോ, ഒരു ഔട്ട്സോഴ്സിംഗ് വെറുതെ പോയി ചൂസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമ്മുടെ തൊട്ടടുത്താണെന്ന് വിചാരിച്ച് നമ്മൾ എന്ത് ചെയ്യില്ല, കൊണ്ടുകൊടുക്കില്ല അല്ലെ. ഇപ്പൊ നമ്മളൊരു ഡ്രൈ ക്ലീനിങ് സെന്ററിൽ കൊടുക്കുമ്പോൾ നമുക്ക് ഒരു പ്രാവശ്യം കൊടുത്തത് നമ്മളൊക്കെ അറിയാം, ഒരു 2-3 ഡ്രൈ ക്ലീനിങ് സെന്ററുകൾ ഉണ്ടെങ്കിൽ അതിൽ ഏറ്റവും ബെസ്റ്റിലല്ലേ നമ്മൾ കൊണ്ടു കൊടുക്കാം അല്ലെ, ഏറ്റവും മികച്ച ഇടത്തായിരിക്കും നമ്മൾ കൊണ്ടു കൊടുക്കുന്നത് അല്ലെ, ആണോ? ഏറ്റവും അടുത്തൊന്നും നമുക്ക് നോക്കാറില്ല അല്ലെ, ചിലപ്പോൾ ദൂരെ ആയിരിക്കാം, പക്ഷെ ഇത് ബെസ്റ്റ് ആയിട്ട് എല്ലാവരും പറയുന്നു, നന്നായിട്ട് ചെയ്തു തരും എന്ന് പറയുന്നിടത്താണ് നമ്മൾ എപ്പോഴും കൊണ്ടു കൊടുക്കുക അല്ലെ. അതുപോലെ തന്നെ ഹോസ്പിറ്റലുകാരും അതേ രീതി തന്നെ ഫോളോ ചെയ്യുന്നത്, അവർ കുറച്ചധികം കാര്യങ്ങൾ കൺസിഡർ ചെയ്യും. അതായത് ആ ഒരു ഔട്ട്സോഴ്സിംഗുമായി ബന്ധപ്പെട്ട് അവരുടെ സർവീസ് ക്വാളിറ്റി എത്രത്തോളം ഉണ്ട്, അവരുടെ സേവന നിലവാരം നല്ലതാണോ നമ്മൾ നോക്കാറില്ലേ. ആ ഒരു ഔട്ട്സോഴ്സിംഗ് അല്ലെങ്കിൽ നമ്മുടെ ബിഗ് ഡ്രൈ ക്ലീനിങ് സെന്ററിലൊക്കെ കൊടുക്കുമ്പോൾ അവരുടെ സർവീസ് നല്ലതാണോ എന്ന് മറ്റുള്ളവർ ആരെങ്കിലും ചോദിച്ചിട്ടാണ് നമ്മൾ കൊടുക്കുക അല്ലെ. നമുക്ക് പരിചയമുള്ള ആരോടെങ്കിലും ചോദിക്കും അവർ ചെയ്യുന്നത് നല്ലതാണോ, അല്ലെങ്കിൽ അവർ പറയുന്നത് കേട്ടായിരിക്കും നമ്മൾ ചിലപ്പോൾ കൊണ്ടുപോയി കൊടുക്കുന്നത് അല്ലെ, ആണോ? അപ്പൊ അതുപോലെ ഈ പറയുന്ന ആ ഒരു ഔട്ട്സോഴ്സിംഗിന്റെ സർവീസ് ക്വാളിറ്റി, ആ പറയുന്ന സ്ഥാപനത്തിന്റെ സേവന നിലവാരം എത്രത്തോളം ഉണ്ട്, അതുപോലെ തന്നെ റെപ്യൂട്ടേഷൻ ഓഫ് ദ സർവീസ്, ആ ഒരു സർവീസുമായി ബന്ധപ്പെട്ട അവരുടെ പ്രശസ്തി എത്രത്തോളം ഉണ്ട്. നല്ല സർവീസ് കൊടുക്കുമ്പോഴാണല്ലോ അവർക്ക് റെപ്യൂട്ടേഷൻ ഉണ്ടാവുന്നത് അല്ലെ. നല്ല സർവീസ് കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ പ്രശസ്തി വർദ്ധിക്കുകയാണ്. 10 പേര് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുമ്പോൾ തന്നെ നമുക്കറിയാം, നമുക്കറിയാം നല്ലൊരു സർവീസ് കിട്ടി നമ്മൾ കുറച്ച് ആളുകളോട് പറയും അല്ലെ. അങ്ങനെ ആ ഒരു സ്ഥാപനത്തിന്റെ പ്രശസ്തി എത്രത്തോളം ഉണ്ട്, അവരുടെ സർവീസിന്റെ ക്വാളിറ്റി അല്ലെങ്കിൽ ആ ഒരു ഗുണനിലവാരം എത്രത്തോളം ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നു. അതുപോലെ തന്നെ മൂന്നാമത്തേതാണ് പ്രൈസിങ്, അതുപോലെ എക്യുപ്മെന്റ് യൂസ്ഡ്. പ്രൈസിങ് കോമയുണ്ട് കേട്ടോ അവിടെ. പ്രൈസിങ് എത്രത്തോളം വില അവർ ഇതിന് ഈടാക്കുന്നുണ്ട്. ഇപ്പൊ ചില സ്ഥലത്ത് നല്ല സർവീസുകൾ കൊടുക്കും, അതിനനുസരിച്ച് അവർ പ്രൈസിങ് ഈടാക്കും അല്ലെ, പൈസ ഇടും അല്ലെ. നമുക്ക് ഓരോ തുണിത്തരങ്ങളും ക്ലീൻ ചെയ്ത് തരുമ്പോ ഇത്ര രൂപ എന്നൊരു ഫിക്സഡ് റേറ്റ് ഉണ്ട് അല്ലെ അവർക്ക്, ഇല്ലേ? ഫിക്സഡ് റേറ്റ് കൊടുക്കണ്ടേ നമ്മള്. ആ ഒരു റേറ്റ് അധികമാണോ അല്ലെ, ആ ഒരു തുക ഒരുപാട് റേറ്റ് ആണെങ്കിൽ നമുക്ക് കൊടുത്താൽ നമുക്കത് എന്ത് ചെയ്യില്ല, ബുദ്ധിമുട്ടായിരിക്കും കൊടുക്കാനായിട്ട് അല്ലെ. അതേസമയം നമുക്ക് പറ്റുന്ന രീതിയിലുള്ള ഒരു ആവറേജ് റേഞ്ച് ആണ്, ഒരു പ്രൈസ് ആണ് എടുക്കുന്നതെങ്കിൽ ഓക്കെ ആയിരിക്കും. അവിടെ അവരുടെ പ്രൈസിംഗ് റേഞ്ച് എങ്ങനെയാണ്, അതുപോലെ ഏത് തരത്തിലുള്ള ഉപകരണങ്ങളാണ്, അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മെഷീനറീസ് ആണോ അവിടെ യൂസ് ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൺസിഡർ ചെയ്തുകൊണ്ടാണ് ഒരു ഔട്ട്സോഴ്സ് സർവീസിനെ അല്ലെങ്കിൽ ഒരു ലോണ്ടറി സർവീസിനെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് സെലക്ട് ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങൾ വേഗം ഒന്ന് നോക്കാം. എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്? ഒരു അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഒരു ഔട്ട്സോഴ്സിങ്ങിനെ ചൂസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത്. എപ്പോഴും എന്തിനു വേണ്ടി ഒരു ഔട്ട്സോഴ്സിങ് ചൂസ് ചെയ്യുന്നതിന്റെ കാരണം എന്താ? ഒരു ഹോസ്പിറ്റലിൽ ഒരു ലോണ്ടറി സർവീസ് തുടങ്ങുക എന്ന് പറയുമ്പോൾ അതിന് ഒരുപാട് ചിലവ് വരുന്നുണ്ട് അല്ലെ. ഒരുപാട് തൊഴിലാളികളെ നിയമിക്കണം, അതിനനുസരിച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മെഷീനറീസ് വേണം, അതിനനുസരിച്ച് മറ്റു മെറ്റീരിയൽസ് വേണം, അങ്ങനെ ഒരുപാട് കോസ്റ്റ് നമ്മൾ ചിലവാകുന്നത് കൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു ഔട്ട്സോഴ്സിങ്ങിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അതുപോലെ നമ്മൾ വളരെ വൃത്തിയായിട്ടും ക്ലീൻ ആയിട്ടും ഈ തുണിത്തരങ്ങൾ എന്ത് ചെയ്യണം, കൈകാര്യം ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ അതിനുവേണ്ടി നമ്മൾ ഒരു എക്സ്റ്റേണൽ ഏജൻസിയെ പ്രൊഫഷണൽ ആയിട്ടുള്ള മെഡിക്കൽ ലോണ്ടറി സർവീസ് ചെയ്യുന്നതിന് വേണ്ടി ഒരു എക്സ്റ്റേണൽ ഏജൻസിയെ എന്ത് ചെയ്യുന്നു, ഈ ഹോസ്പിറ്റൽ ലിനൻസ് ഏൽപ്പിക്കുകയും അവര് ഹോസ്പിറ്റലിൽ പറയുന്ന ആവശ്യകതകൾക്കനുസരിച്ച് തന്നെയുള്ള ഹൈ ലെവൽ ഓഫ് കെയർ കൊടുത്തുകൊണ്ട് അത് പ്രോസസ് ചെയ്ത് ക്ലീൻ ആക്കി നമുക്ക് വിതരണം ചെയ്യുകയും ചെയ്യുന്നു. അതിനെയാണ് ഔട്ട്സോഴ്സിംഗ് എന്ന് പറയുന്നത്. ഇനി ഈ ഒരു ഔട്ട്സോഴ്സിംഗുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു? ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ പ്രാക്ടിക്കബിലിറ്റി, സൈസ് ആൻഡ് എക്കണോമിക്സ് ഓഫ് ദ ഹോസ്പിറ്റൽ. ആ ഹോസ്പിറ്റലിന്റെ പ്രായോഗികത. നമുക്കറിയാം ഹോസ്പിറ്റൽ ഒരു എന്താണ് പുറത്ത് കൊടുത്ത് ചെയ്യണമെങ്കിലും പണം വേണം അല്ലെ. അപ്പൊ അതിനനുസരിച്ച് ആ ഹോസ്പിറ്റലിലെ ഔട്ട്സോഴ്സിംഗ് പ്രായോഗികമാണോ, പ്രാക്ടിക്കബിൾ ആണോ, നമുക്ക് ചെയ്യാൻ പറ്റുമോ? അതുപോലെ തന്നെ ആ ഹോസ്പിറ്റലിന്റെ സൈസ് എങ്ങനെയാണ്, അതുപോലെ ആ ഹോസ്പിറ്റലിന്റെ സാമ്പത്തിക സ്ഥിതി എങ്ങനെയാണ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കുറിച്ച് മനസ്സിലാക്കി അതിനെ ആശ്രയിച്ച് തന്നെയാണ് നമ്മൾ ഒരു ഔട്ട്സോഴ്സിംഗ് ചൂസ് ചെയ്യുക. അപ്പൊ ഒരു ഔട്ട്സോഴ്സിംഗ് ചൂസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു ലോണ്ടറി സർവീസ് ചൂസ് ചെയ്യുമ്പോൾ ഒരു അഡ്മിനിസ്ട്രേറ്റർ ഫോളോ ചെയ്യുന്ന കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട്.
എന്തൊക്കെ ഫാക്ടേഴ്സ് ആണെന്ന് പറഞ്ഞത്? ലോണ്ടറി സർവീസുമായി ബന്ധപ്പെട്ട സർവീസ് ക്വാളിറ്റി, അവരുടെ സേവനത്തിന്റെ ഗുണനിലവാരം എത്രത്തോളം ഉണ്ട്, അതുപോലെ തന്നെ ആ ഒരു സ്ഥാപനത്തിന്റെ അല്ലെങ്കിൽ അവിടുത്തെ സർവീസുകളുടെ പ്രശസ്തി അല്ലെങ്കിൽ റെപ്യൂട്ടേഷൻ എത്രത്തോളം ഉണ്ട്, എത്ര റേഞ്ച് ഓഫ് പ്രൈസിംഗ് ആണ് അവർ ഇടുന്നത്, അതുപോലെ തന്നെ ഏത് എക്യുപ്മെന്റ്സ് ആണ്, അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സുകൾ തന്നെയാണോ അവർ ഉപയോഗിക്കുന്നത്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൺസിഡർ ചെയ്തുകൊണ്ടാണ് ഒരു ഔട്ട്സോഴ്സിംഗ് സർവീസ് അല്ലെങ്കിൽ ഒരു ലോണ്ടറി സർവീസിനെ അഡ്മിനിസ്ട്രേറ്റേഴ്സ് സെലക്ട് ചെയ്യുന്നത്. ഇത്രയും ക്ലിയർ ആണോ? ഇത്രയും ഓക്കെ ആണോ? മനസ്സിലായോ? ഓക്കെ. അടുത്തെന്ന് പറയുന്നത് അഡ്വാൻറ്റേജസ് ഓഫ് ഔട്ട്സോഴ്സിംഗ് സർവീസ്. ഒരു ഔട്ട്സോഴ്സിംഗ് സർവീസിന് നമ്മൾ ഹോസ്പിറ്റൽ ലോണ്ടറീസ് കൊടുക്കുന്നത് വഴി, ലിനൻസ് കൊടുക്കുന്നത് വഴി ആ ഹോസ്പിറ്റലിൽ ഉണ്ടാവുന്ന അഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ പ്രയോജനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയേ. ഫസ്റ്റ് വൺ ആണ് മോർ കോസ്റ്റ് എഫക്റ്റീവ് സൊല്യൂഷൻ, അല്ലെ? ഒരുപാട് നമുക്കൊരു ചിലവ് കുറഞ്ഞ രീതിയിൽ, കൂടുതൽ ചിലവ് കുറഞ്ഞ രീതിയിലുള്ളൊരു പരിഹാരം നമുക്ക് കിട്ടും, അല്ലെ? ഒരു ഹോസ്പിറ്റലിൽ ഒരു ലോണ്ടറി സർവീസ് തുടങ്ങുക എന്ന് പറയുമ്പോൾ ഒരുപാട് ചിലവാണ്. അതേസമയം പുറത്ത് കൊടുക്കുമ്പോൾ, ചെയ്ത് കൊടുക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് തുണികളുള്ളൂ എങ്കിൽ പുറത്ത് കൊടുത്ത് ചെയ്തു വന്നാൽ നമുക്ക് അത്രയും ചിലവാകുമോ? ഒരു ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് പ്രവർത്തിക്കുന്ന അത്രയും ചിലവ് വരുമോ? ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ മോർ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ ആണ്, അല്ലെ? ഒരുപാട് നമുക്ക് വളരെ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് ചിലവ് കുറഞ്ഞ രീതിയിലുള്ള ഒരു പരിഹാരം മാത്രമാണ്. രണ്ടാമത്തത് ഇൻക്രീസ് എഫിഷ്യൻസി ആൻഡ് പ്രൊഡക്ടിവിറ്റി ഓഫ് അവർ ഫെസിലിറ്റീസ്. അവർ നല്ല രീതിയിലുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മെഷീനറീസ് കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് വളരെ ഫാസ്റ്റ് ആയിട്ട് നമുക്ക് ആ ഒരു ലിനൻസ് പ്രോസസ് ചെയ്ത് തരുന്നത് കൊണ്ട് തന്നെ ഇൻക്രീസ് എഫിഷ്യൻസി, കാര്യക്ഷമതയും അതുപോലെ തന്നെ പ്രൊഡക്ടിവിറ്റി, ഉത്പാദനക്ഷമതയും, നമ്മൾ കൊടുക്കുന്ന ഫെസിലിറ്റി അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന സർവീസുകളുടെ കാര്യക്ഷമതയും ഉത്പാദനക്ഷമതയും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കുറച്ചും കൂടി വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. മൂന്നാമത് പറയുന്നത് ഇംപ്രൂവ്ഡ് ക്വാളിറ്റി ഓഫ് കെയർ പ്രൊവൈഡഡ്. നമ്മൾ കൊടുക്കുന്ന ക്വാളിറ്റിയുള്ള പരിചരണം അല്ലെങ്കിൽ ഗുണനിലവാരത്തിലുള്ള പരിചരണങ്ങൾ മെച്ചപ്പെടുത്താൻ സാധിക്കും. നമ്മൾ കൊടുക്കുന്നത്, കാരണം നമ്മുടെ ഇവിടെ ലോണ്ടറി ഡിപ്പാർട്ട്മെന്റിൽ ചെയ്യുന്നതിൽ ഫാസ്റ്റ് ആയിട്ട് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിലാണെന്ന് നമുക്ക് കിട്ടുകയാണെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ കൊടുക്കുന്ന ആ പരിചരണത്തിന്റെ ഗുണനിലവാരം നമുക്ക് മെച്ചപ്പെടുത്താൻ പറ്റും, അല്ലെ? അതേസമയം നന്നായിട്ട് പ്രോസസ് ചെയ്തിട്ടില്ല, അത് കൃത്യമായിട്ട് പറയുന്ന രീതിയിലുള്ള രീതികളൊന്നും ഫോളോ ചെയ്യാനാണെങ്കിൽ അതിനനുസരിച്ച് നമ്മുടെ ക്വാളിറ്റിയിൽ വരും, അല്ലെ? ഇവിടെ നല്ല രീതിയിലുള്ള എഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിലുള്ള ഒരു ലിനൻസ് ആണ് നമുക്ക് പ്രോസസ് ചെയ്ത് കിട്ടുന്നതെങ്കിൽ അത് സ്വാഭാവികമായിട്ടും ആ ഒരു ക്വാളിറ്റി ഓഫ് കെയറിനെ ഇംപ്രൂവ് ചെയ്യാൻ അല്ലെങ്കിൽ മെച്ചപ്പെടുത്താനായിട്ട് സഹായകമാണ്. ഈ മൂന്നെണ്ണവും ചോദിക്കാറുണ്ട് കേട്ടോ. ഈ ഒരു ഭാഗത്തെ സർവീസ് ക്വാളിറ്റി, അതുപോലെ തന്നെ ഏതൊക്കെ ഫാക്ടേഴ്സ് ആണെന്ന് ചോദിക്കാറുണ്ട്, ഔട്ട്സോഴ്സിംഗ് എന്താണെന്ന് ചോദിക്കാറുണ്ട്, അതുപോലെ അതിൽ ഉൾപ്പെട്ടിട്ടുള്ള അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്നും ചോദിക്കാറുണ്ട് കേട്ടോ. ഇൻക്ലൂഡഡ് ആയത് ഇത്, ഇൻക്ലൂഡഡ് അല്ലാത്തത് എന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കണം കേട്ടോ, ചോദിക്കാനുള്ള ഒരു ഭാഗമാണ്. ക്ലിയർ ആണോ? ഇനി അത് പറയണം സർ, ഓക്കെ ആണോ അത്? ഓക്കെ ഓക്കെ. അടുത്തത് ക്ലാസിഫിക്കേഷൻ ഓഫ് ലിനൻ ഇൻ ഹോസ്പിറ്റൽ. ഒരു ഹോസ്പിറ്റലിലെ ലിനൻസ് അല്ലെങ്കിൽ തുണിത്തരങ്ങളെ നമ്മൾ പ്രധാനമായിട്ടും 4 ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. ഇതും ചോദിക്കാനുള്ള ഭാഗമാണ് കേട്ടോ. 4 ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. ഒരു ഹോസ്പിറ്റലില് തുണിത്തരങ്ങൾ ഉണ്ടെങ്കിൽ ആ ലിനൻസിനെ നമ്മൾ 4 ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. ആ പേരിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. ഒന്നാമത്തത് ജനറൽ പർപ്പസ് ലിനൻ. അപ്പൊ എന്തൊക്കെ വരാം? ജനറൽ പർപ്പസ്, പൊതു ഉദ്ദേശങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പൊതുവായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കുറെ തുണിത്തരങ്ങളുണ്ട്, അല്ലെ? ഇല്ലേ? പൊതുവായിട്ട് നമ്മുടെ കർട്ടൻസ്, സ്ക്രീൻ, ടേബിൾ ക്ലോത്ത് മുതലായിട്ടുള്ളവ, ഇതെല്ലാം ജനറൽ പർപ്പസ് ലിനനിൽ ഉൾപ്പെടുന്നവയാണ്. ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ജനറൽ പർപ്പസ് ലിനനിൽ ഉൾപ്പെടുന്നവ ഏതെല്ലാം അല്ലെങ്കിൽ ഉൾപ്പെടാത്തത് ഏത് എന്ന രീതിയിൽ ചോദിക്കും. അതുപോലെ തന്നെ ഹോസ്പിറ്റൽ ലിനൻസിനെ എത്രയായിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു? 4 ആയിട്ട്. അതല്ലെങ്കിൽ ഇതിൽ ഉൾപ്പെടുന്ന ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ ആ ഒരു ക്ലാസിഫിക്കേഷനിൽ ഉൾപ്പെടുന്നവ ഏതെല്ലാം ഉൾപ്പെടാത്തത് ഏത് എന്ന രീതിയിലും ചോദിക്കാറുണ്ട്. വേറൊരു ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട് കേട്ടോ, അപ്പൊ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവരുത് കേട്ടോ. ജനറൽ പർപ്പസ് ലിനൻ എന്ന് പറയുമ്പോൾ പൊതുവായിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്ന തുണിത്തരങ്ങൾ, കർട്ടൻസ്, സ്ക്രീൻ, ടേബിൾ ക്ലോത്ത് മുതലായിട്ടുള്ളവ. ഇനി പേഷ്യന്റ് ലിനൻ ആണ് അടുത്തത്. പേഷ്യന്റ് ലിനൻ എന്ന് പറയുമ്പോൾ എന്താ? പേഷ്യന്റ് ക്ലോത്തിങ്, അല്ലെ? തുണികളുടെ പേഷ്യൻസുമായി ബന്ധപ്പെട്ട തുണിത്തരങ്ങള്, അവർ ഉപയോഗിക്കുന്ന ഗൗണുകള്, കോട്ടുകള് മുതലായിട്ടുള്ളവയാണ് പേഷ്യന്റ് ലിനൻ എന്ന് പറയുന്നത്, പേഷ്യൻസ് ധരിക്കുന്നത്. വാർഡ് ലിനൻ മൂന്നാമത്തതാണ്. വാർഡ് ലിനൻ
ക്ലോത്തിങ് യൂസ്ഡ് ഇൻ വാർഡുകളിൽ ഉപയോഗിക്കുന്ന തുണിത്തരങ്ങൾ ഏതൊക്കെയാവും? ബെഡ്ഷീറ്റ്, ബ്ലാങ്കറ്റ്, പില്ലോ കവറുകൾ മുതലായിട്ടുള്ളവ വാർഡുകളിൽ യൂസ് ചെയ്യുന്ന ക്ലോത്തിങ്ങിനെയാണ് നമ്മുടെ വാർഡ് ലിനൻ എന്ന് പറയുന്നത്. പേഷ്യൻസ് ഉപയോഗിക്കുന്നതാണ് പേഷ്യന്റ് ലിനൻ. ജനറൽ പർപ്പസുകൾക്ക് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ജനറൽ പർപ്പസ് ലിനൻ, അതായത് കർട്ടൻ, സ്ക്രീൻ, ടേബിൾ ക്ലോത്ത് മുതലായിട്ടുള്ളവ. നാലാമത്തതാണ് ഓപ്പറേഷൻ തിയേറ്റർ, ലേബർ റൂം, പ്രൊസീജിയർ റൂം ലിനൻ എന്ന് പറയുന്നത്. അതെന്തൊക്കെ വരാം? സർജിക്കൽ ഗൗണുകള്, സ്ക്രബ് സ്യൂട്ടുകള്, ഗൗൺ ക്യാപ്പുകള് മുതലായിട്ടുള്ളവ. സ്ക്രബ് സ്യൂട്ട് എന്താന്ന് മനസ്സിലായോ? സ്ക്രബ് സ്യൂട്ട് എന്താ? മെഡിക്കൽ പ്രൊഫഷണൽസ് യൂസ് ചെയ്യുന്ന ഡ്രസ് ഇല്ലേ, അവരുടെ യൂണിഫോംസ് കണ്ടിട്ടില്ലേ? നിങ്ങളിപ്പോ മിക്ക പ്രൊഫഷണൽസും യൂസ് ചെയ്യുന്ന സ്ക്രബ് സ്യൂട്ടുകളാണ്. കണ്ടിട്ടുണ്ടോ? ഗൗൺസ് അല്ല, പാന്റും ഷർട്ടും പോലെയുള്ളത്, അതാണ് സ്ക്രബ് സ്യൂട്ട് എന്ന് പറയുന്നത്. ഇപ്പൊ ഓൾമോസ്റ്റ് പല കളറിലുണ്ട് കേട്ടോ. അത് ഓരോ ഹോസ്പിറ്റലിനനുസരിച്ച് കളറിൽ വ്യത്യാസം ഉണ്ടാവും കേട്ടോ. ബ്ലൂ തന്നെ ആവണമെന്നില്ല കേട്ടോ. കണ്ടിട്ടില്ലേ? ഒരുപാട് റീൽസ് കാര്യങ്ങളൊക്കെ അവർ ഇങ്ങനെയുള്ള ഡ്രസ്സസ് യൂസ് ചെയ്തിട്ടൊക്കെ ചെയ്യാറുണ്ടല്ലോ, കണ്ടിട്ടില്ലേ നിങ്ങൾ? അതാണ് സ്ക്രബ് സ്യൂട്ട് കേട്ടോ. അവർ ഉപയോഗിക്കുന്നത് ഇപ്പൊ ഒരു ഓപ്പറേഷൻ തിയേറ്ററുമായി ബന്ധപ്പെട്ട് ലേബർ റൂം, പ്രൊസീജിയർ റൂം ലിനനുകൾ, ഇതുമായി ബന്ധപ്പെട്ട് അവർ ഉപയോഗിക്കുന്ന സർജിക്കൽ ഗൗണുകള്, സ്ക്രബ് സ്യൂട്ടുകള്, ഗൗൺ ക്യാപ്പുകള് മുതലായിട്ടുള്ളവയൊക്കെ ഓപ്പറേഷൻ തിയേറ്റർ, ലേബർ റൂം, പ്രൊസീജിയർ റൂം ലിനനിൽ വരുന്നതാണ്. അപ്പൊ ക്ലാസിഫിക്കേഷൻ നമ്മുടെ ഹോസ്പിറ്റൽ ലിനൻസിനെ 4ആയിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. ഒന്നാമത്തത് ജനറൽ പർപ്പസ് ലിനൻ, അതിൽ കർട്ടൻ, സ്ക്രീൻ, ടേബിൾ ക്ലോത്ത് മുതലായവ. അപ്പൊ 4എണ്ണത്തിലും ഉൾപ്പെടുന്നവ ഏതൊക്കെയാണ് എന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. രണ്ടാമത്തത് പേഷ്യന്റ് ലിനൻ. പേഷ്യന്റ് ലിനൻ എന്ന് പറയുമ്പോൾ പേഷ്യൻസ് യൂസ് ചെയ്യുന്ന ഗൗണുകള്, കോട്ടുകള് മുതലായിട്ടുള്ളവ. വാർഡ് ലിനൻ എന്ന് പറയുമ്പോൾ വാർഡിൽ ഉപയോഗിക്കുന്ന തുണിത്തരങ്ങള്, ബെഡ്ഷീറ്റ്, ബ്ലാങ്കറ്റ്, പില്ലോ കവറുകള് മുതലായിട്ടുള്ളവ. ഓപ്പറേഷൻ തിയേറ്റർ, ലേബർ റൂം, പ്രൊസീജിയർ റൂം ലിനനില് അവിടെ ഉപയോഗിക്കുന്ന സർജിക്കൽ ഗൗണുകള്, സ്ക്രബ് സ്യൂട്ടുകള്, ഗൗൺ ക്യാപ്പുകള് മുതലായിട്ടുള്ളവയാണ് 4 ക്ലാസിഫിക്കേഷൻ ആയിട്ട് തിരിച്ചിരിക്കുന്നത്. ക്ലിയർ ആണോ? 4എണ്ണം ഇമ്പോർട്ടന്റ് ആണ്, ചോദിക്കുന്ന ഭാഗമാണ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് proper healthcare laundry procedures are disinfecting are very important to infection control and prevention of spread of diseases. നമുക്കറിയാം ഏതൊരു ലോണ്ടറി സർവീസുമായി ബന്ധപ്പെട്ടും അവിടെ നടത്തുന്ന ലോണ്ടറി പ്രൊസീജിയേഴ്സ് എന്ന് പറയുന്നത് വളരെ ശരിയായ രീതിയിൽ ആയിരിക്കണം, അല്ലെ? വളരെ ശരിയായ രീതിയിൽ അണുവിമുക്തമാക്കുന്ന ഡിസിൻഫെക്റ്റിംഗ് വളരെ ശരിയായ രീതിയിൽ അവിടുത്തെ പ്രൊസീജിയേഴ്സ് നടക്കണം. അതുപോലെ തന്നെ ഡിസിൻഫെക്റ്റിംഗുമായി ബന്ധപ്പെട്ട അണുനശീകരണവുമായി ബന്ധപ്പെട്ട പ്രൊസീജിയേഴ്സും വളരെ പ്രോപ്പർ ആയിട്ട് നടക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം എന്താ? അവിടെ ഇൻഫെക്ഷൻസിനെ കൺട്രോൾ ചെയ്ത്, അല്ലെ, അണുബാധയെ തടയുകയും അതുപോലെ തന്നെ പ്രിവെൻഷൻ ഓഫ് സ്പ്രെഡ് ഓഫ് ഡിസീസസ്, രോഗാണുക്കളുടെ ആ ഒരു പകരുന്നതിനെ തടയുകയൊക്കെ ചെയ്യണമെങ്കിൽ ഈ പറയുന്ന രീതിയിൽ അണുമുക്തമാക്കുന്ന പ്രൊസീജിയേഴ്സ് കാര്യങ്ങളെല്ലാം വളരെ ശരിയായ രീതിയിൽ നടന്നാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. സർ, ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ് ടു എസ്റ്റാബ്ലിഷ് ആൻഡ് ക്യാരി ഔട്ട് ഹെൽത്ത് കെയർ ലോണ്ടറി ഗൈഡ്ലൈൻസ് ടു മേക്ക് ഷുവർ ദാറ്റ് സ്റ്റാഫ് ഹാവ് ദ റൈറ്റ് പ്രൊട്ടക്ഷൻ ആൻഡ് സേഫ്റ്റി. അപ്പൊ ഇത് കൈകാര്യം ചെയ്യുന്ന ഒരുപാട് സ്റ്റാഫുകളുണ്ട്, അല്ലെ? ഈ ലോണ്ടറി ഡിപ്പാർട്ട്മെന്റില് ഈ പറയുന്ന കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള തുണിത്തരങ്ങള് കൈകാര്യം ചെയ്യുന്ന ഒരുപാട് സ്റ്റാഫുകളുണ്ട്, അല്ലെ? അപ്പൊ അവരുടെ സേഫ്റ്റി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അവർക്കാണ് കൂടുതലും ഈ പറയുന്ന ഇൻഫെക്ഷൻസും കാര്യങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ വരാൻ ചാൻസ് ഉള്ള ആളുകള്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന തുണിത്തരങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ അവിടുത്തെ സ്റ്റാഫുകളുടെ ശരിയായിട്ടുള്ള പ്രൊട്ടക്ഷനും സേഫ്റ്റിക്കും ഒക്കെ വേണ്ടിയിട്ട് ശരിയായ രീതിയിലുള്ള മാർഗനിർദ്ദേശങ്ങളും ഗൈഡ്ലൈൻസും കാര്യങ്ങളൊക്കെ സേഫ്റ്റി കാര്യങ്ങളൊക്കെ പാലിക്കേണ്ടതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അതിനു വേണ്ടിയിട്ട് അതായത് അവിടുത്തെ സ്റ്റാഫുകളുടെ കൃത്യമായിട്ടുള്ള ഒരു സേഫ്റ്റിയും പ്രൊട്ടക്ഷനും ഒക്കെ നമ്മൾ മുന്നിൽ കണ്ടുകൊണ്ട് നമ്മൾ പാലിക്കേണ്ട അല്ലെങ്കിൽ നമ്മൾ ഫോളോ ചെയ്യേണ്ട കുറച്ച് കോമൺ പ്രാക്ടീസസ് അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട കുറച്ച് രീതികളുണ്ട്. ആ രീതികളാണ് താഴെ പറയുന്ന 5. അതിൽ ഒന്നാമത്തത് യൂസ് ഓഫ് PPE. എന്താണ് PPE? മനസ്സിലല്ലേ PPE? എന്താണ് PPE എന്ന് പറഞ്ഞാല്? ഓർക്കുന്നില്ല? അങ്ങനെയാണോ? എന്താണ് PPE? കേട്ടിട്ടേ ഇല്ലേ? പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്. വെരി ഗുഡ്. പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്, അല്ലെ? പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റുകൾ ഉപയോഗിക്കുക. ആരും ഉപയോഗിക്കണ്ടേ? ഇത് കൈകാര്യം ചെയ്യുന്ന സ്റ്റാഫുകൾ, അല്ലെ?
അവർ ഇത് കൈകാര്യം ചെയ്യുന്ന സമയം എവിടെ നിന്നാണ് അവരത് കളക്ട് ചെയ്യുന്നത് ആ സമയം മുതൽ ഈ പറയുന്ന സ്റ്റാഫുകൾ യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്. എക്സ്ട്രാ പറയേണ്ട കാര്യമില്ലല്ലോ, ഓൾറെഡി അറിയാമല്ലോ അല്ലെ. അതിൻ്റെതായിട്ടുള്ള ഗൗണുകളോ മാസ്കുകളോ ഗ്ലൗസുകളോ അങ്ങനെ അവരുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ വേണോ അതിനനുസരിച്ചുള്ള പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റുകൾ ആ സ്റ്റാഫുകൾ ധരിക്കുക എന്നതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തേത് ബാഗ്സ് ടു കളക്ട് സ്റ്റേഞ്ച് ലിനൻ. ഇപ്പൊ തുണിത്തരങ്ങൾ കറ പറ്റിയിട്ടുള്ള പല രീതിയിൽ സ്റ്റേഞ്ച് ആയിട്ടുള്ളവയാവാം അല്ലെ. അങ്ങനെയുള്ള തുണിത്തരങ്ങള് കളക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ബാഗുകൾ സൂക്ഷിക്കുക. അപ്പൊ ബാഗുകളിലാണ് നമ്മൾ കൊണ്ടുവരേണ്ടത്, അല്ലാതെ കയ്യിലോ എന്തെങ്കിലും പിടിച്ചൊന്നും അല്ല കൊണ്ടുവരേണ്ടത്. കൃത്യമായിട്ടുള്ള ബാഗുകളിൽ കളക്ട് ചെയ്ത് അതിനനുസരിച്ച് അപ്പൊ ആ ഒരു കണ്ടാമിനേഷൻ ഒക്കെ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പൊ ബാഗുകളിലാക്കി കൊണ്ടുവരിക. അതുപോലെ തന്നെ സ്റ്റോർ സ്റ്റെയിൻഡ് ആൻഡ് ക്ലീൻ ലോണ്ടറി സെപ്പറേറ്റ്ലി. സ്റ്റെയിൻഡ് ആയിട്ടുള്ള തുണിത്തരങ്ങൾ കറ പറ്റിയ മലിനമായിട്ടുള്ള തുണിത്തരങ്ങൾ വേറെ, അതുപോലെ ക്ലീൻഡ് ആയിട്ടുള്ള തുണിത്തരങ്ങൾ വേറെ ആയിട്ട് സെപ്പറേറ്റ് ആയിട്ട് സ്റ്റോർ ചെയ്യുക. അതുപോലെ നാലാമത്തത് പെർഫോം ഹാൻഡ് ഹൈജീൻ. ഇങ്ങനെയുള്ളതുമായിട്ട് സമ്പർക്കത്തിൽ വരുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യുക, ഹാൻഡ് ഹൈജീൻ വ്യക്തി ശുചിത്വവും അതുപോലെ തന്നെ കൈ ശുചിത്വവും പാലിക്കുക. അപ്പൊ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഹാൻഡ് വാഷ് കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് ഹാൻഡ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി അഴുക്കൊന്നും ഇല്ലാതെ പ്രത്യേകിച്ച് ഭക്ഷണമോ കാര്യങ്ങളോ ഒക്കെ കഴിക്കുന്ന സമയത്തൊക്കെ പ്രത്യേകിച്ച് അതൊക്കെ എന്ത് ചെയ്യുക, ആ ഒരു വൃത്തി അല്ലെങ്കിൽ ആ ഒരു ഹൈജീൻ ശുചിത്വം പാലിക്കുക. അഞ്ചാമത്തത് പ്രൊവൈഡ് ട്രെയിനിങ് ഓൺ പ്രോപ്പർ ലോണ്ടറി ഹാൻഡ്ലിംഗ്. അതുപോലെ ഇപ്പൊ പുതിയതായിട്ട് വന്ന സ്റ്റാഫുകൾ ഉണ്ടാവും, ഓൾറെഡി അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾക്കൊന്നും എങ്ങനെ ഈ ലോണ്ടറി കൈകാര്യം ചെയ്യണം എന്നുള്ളത് അറിവില്ല എങ്കിൽ കൂടുതൽ അറിവ് അല്ലെങ്കിൽ അവർക്ക് കൂടുതൽ അതിനെ കുറിച്ചൊരു നോളജ് കിട്ടാൻ വേണ്ടിയിട്ട് അതിനനുസരിച്ചുള്ള ട്രെയിനിങ്സ് അല്ലെങ്കിൽ പരിശീലനങ്ങളും നൽകുക. ഈ 5 പ്രധാനപ്പെട്ട കോമൺ മെത്തേഡ്സ് അല്ലെങ്കിൽ കോമൺ പ്രാക്ടീസസ് ആണ് അവിടുത്തെ സ്റ്റാഫുകളുടെ പ്രൊട്ടക്ഷനും സേഫ്റ്റിയും ഒക്കെ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി അവർ ഫോളോ ചെയ്യേണ്ട അല്ലെങ്കിൽ അവർ പാലിക്കേണ്ട കുറച്ച് പ്രധാനപ്പെട്ട കോമൺ ആയിട്ടുള്ള രീതികളാണ്. അതിൽ ഒന്നാമത്തത് PPE ഉപയോഗിക്കുക, പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റുകൾ ധരിക്കുക. ശ്രദ്ധിക്കാറുണ്ട് കേട്ടോ, PPE എന്ന് പറഞ്ഞാൽ മിക്ക ചാപ്റ്ററുകളിലും വരുന്നൊരു ടേം ആയതുകൊണ്ട് അത് കോമൺ ആയിട്ട് ചോദിച്ചു കാണാറുണ്ട് കേട്ടോ. PPE കേട്ടോ, അത് ആ 1 and 2 മോഡ്യൂൾസിൽ മിക്ക ചാപ്റ്റേഴ്സിലും പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ പറയുന്ന കുറച്ച് ചാപ്റ്ററിൽ വരുമ്പോഴും PPE എക്സ്പാൻഡ് ഫോം ഒക്കെ ചോദിക്കാറുണ്ട്. പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് കേട്ടോ, അപ്പൊ അത് യൂസ് ചെയ്യുക. അതുപോലെ തന്നെ സ്റ്റെയിൻഡ് ആയിട്ടുള്ള ലിനൻസ് ആണെങ്കിൽ അത് ബാഗുകളിലായിട്ട് കളക്ട് ചെയ്ത് കൊണ്ടുവരിക. അതുപോലെ തന്നെ സ്റ്റെയിൻഡ് ആയിട്ടുള്ള ലിനൻസ് വേറെ, ക്ലീൻ ആയിട്ടുള്ള ലോണ്ടറി വൃത്തിയാക്കിയിട്ടുള്ള തുണിത്തരങ്ങൾ വേറെ, അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ സ്റ്റോർ ചെയ്ത് വെക്കുക. അതുപോലെ ഹാൻഡ് ഹൈജീൻസ് വളരെ കൈ ശുചിത്വം വളരെ നല്ല രീതിയിൽ പെർഫോം ചെയ്യുക അല്ലെങ്കിൽ നടപ്പിലാക്കുക. അഞ്ചാമത്തത് അവർക്ക് എങ്ങനെ ഈ ലോണ്ടറി കൈകാര്യം ചെയ്യണം എന്നതിനുള്ള കൃത്യമായിട്ടുള്ള പരിശീലനങ്ങളും നൽകുക. ക്ലിയർ ആണോ ആ 5 പോയിന്റ്സ്? ഓക്കെ. അടുത്ത സെക്ഷൻ പ്രോസസിംഗ് ഓഫ് സോയിൽഡ് ലിനൻ. ഈ ഒരു സോയിൽഡ് ലിനൻ അല്ലെങ്കിൽ തുണിത്തരങ്ങൾ ഏതൊക്കെ പ്രോസസ്സുകളിലൂടെ കടന്നു പോകും നമുക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഓരോന്നൊരു പോയിന്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു പ്രോസസ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ. അതിൽ ആദ്യത്തേതാണ് സോർട്ടിംഗ്. സോർട്ടിംഗ് എന്ന് പറയുന്നത് തരംതിരിക്കുക അല്ലെ. യൂസ്ഡ് ലിനൻ ഷുഡ് ബി കളക്ടഡ് ഫ്രം ഈച്ച് ഡിപ്പാർട്ട്മെന്റ് ആൻഡ് സെപ്പറേറ്റഡ്. അപ്പൊ ഒരു സോർട്ടിംഗ് എന്ന് പറഞ്ഞാൽ യൂസ്ഡ് ലിനൻ അതായത് ഉപയോഗിച്ചിട്ടുള്ള തുണിത്തരങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഓരോ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും കളക്ട് ചെയ്യും. അങ്ങനെ ഓരോ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും കളക്ട് ചെയ്യുന്നു, അത് സെപ്പറേറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ അത് വേർതിരിക്കുന്നു. The linen stained with body fluids should be kept separately. ബോഡി ഫ്ലൂയിഡ്സുമായി ബന്ധപ്പെട്ട് കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള തുണിത്തരങ്ങളാണെങ്കിൽ അത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട്, ഇൻഫെക്റ്റഡ് ആയിട്ടുള്ളത് സെപ്പറേറ്റ് ആയിട്ട് വാഷ് ചെയ്യുന്നത്, അല്ലാത്തത് വേറെയാണ് വാഷ് ചെയ്യുന്നത്. അങ്ങനെ ഓരോരോ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ആ കളക്ട് ചെയ്ത തുണിത്തരങ്ങളെ തരം തിരിച്ച് വെക്കുകയാണ് സോർട്ടിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ്. രണ്ടാമത്തത് സ്ലൂയിസിംഗ് ആൻഡ് ഡിസിൻഫെക്റ്റിംഗ്. എന്താണ് സ്ലൂയിസിംഗ് ആൻഡ് ഡിസിൻഫെക്റ്റിംഗ് പറയുന്നത്? ഇൻഫെക്റ്റഡ് ഓർ tainted linen after soaking in 0.5% bleaching solution for 30 minutes and should be washed with water and detergent before washing. അപ്പൊ പ്രധാനപ്പെട്ട വാഷിംഗ് പ്രോസസ്സിലേക്ക് കടക്കുന്നതിന് മുൻപ് ഇങ്ങനെ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള തുണിത്തരങ്ങൾ എന്ത് ചെയ്യുന്നു, 0.5% ബ്ലീച്ചിങ് സൊല്യൂഷനിൽ ഒരു 30 മിനിറ്റ് സോക്ക് ചെയ്ത്
കുതിരാനായിട്ട്. അങ്ങനെ അവർ സോക്ക് ചെയ്തിട്ടതിന് ശേഷം അത് വൃത്തിയായിട്ട് നമ്മുടെ ഡിറ്റർജന്റുകളും വാട്ടറും ഉപയോഗിച്ച് ആ ഒരു ബ്ലീച്ചിങ് സൊല്യൂഷനും കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ അതിൽ നിന്ന് ആ ഒരു ഇൻഫെക്ഷൻ അണുവിമുക്തമാക്കുന്നതിന് വേണ്ടി അത് കഴുകി കളഞ്ഞതിന് ശേഷമാണ് പ്രധാനപ്പെട്ട വാഷിംഗ് പ്രോസസ്സിലേക്ക് അത് കടത്തിയിരുന്നത്. And the soiled linen should be bundled and an injury should be made. അതിനുശേഷം അത് വൃത്തിയാക്കി നമ്മൾ ആ ഒരു ഡിറ്റർജന്റും വെള്ളമൊക്കെ ഉപയോഗിച്ച് വാഷ് ചെയ്ത് കളഞ്ഞതിന് ശേഷം അത് എന്ത് ചെയ്യുന്നു, ബണ്ടിലുകളാക്കി അടുത്ത പ്രോസസ്സിലേക്ക് നമ്മൾ എൻട്രി ചെയ്ത് വിടുന്നു. Then the infected linen should be accounted for and handed over separately. So soiled linen infected linen ഒക്കെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെയാണ് ഓരോന്നും വേർതിരിച്ച് അതിൻ്റെതായ രീതിയിലായിരിക്കും ഓരോ ഗ്രൂപ്പായിട്ട് സോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. അപ്പൊ അതിൻ്റെതായ രീതിയിൽ തന്നെയായിരിക്കും, അത് ഒരുമിച്ചൊന്നും അല്ല നമ്മൾ പ്രോസസ് ചെയ്യുന്നത്, അത് സെപ്പറേറ്റ് ആയിട്ട് തന്നെയായിരിക്കും നമ്മൾ പ്രോസസ് ചെയ്യുന്നതും വാഷ് ചെയ്യുന്നതും ബാക്കിയുള്ള പ്രൊസീജിയേഴ്സ് ഒക്കെ ചെയ്യുന്നത്. And at this stage the linen should also be inspected for tears and damage. ഈ ഒരു സ്റ്റേജിൽ വെച്ച് ലിനൻസ് നമ്മൾ ചെക്ക് ചെയ്യാറുണ്ട്, എന്തെങ്കിലും ഡാമേജുകൾ ഉണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും വിള്ളലുകളോ അല്ലെങ്കിൽ കീറലോ കാര്യങ്ങളോ ഒക്കെ ആ തുണിത്തരങ്ങളിൽ വന്നിട്ടുണ്ടോ എന്നൊക്കെ നമ്മൾ പരിശോധിക്കുകയും ചെയ്യും. രണ്ട് പ്രോസസ്സാണ് പറഞ്ഞത്, സോർട്ടിങ്, സ്ലൂയിസിങ് ആൻഡ് ഡിസിൻഫെക്റ്റിംഗ്. സോർട്ടിംഗിൽ എന്ന് പറഞ്ഞാൽ ഓരോ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും കളക്ട് ചെയ്തിട്ടുള്ള തുണിത്തരങ്ങള് നമ്മൾ സ്റ്റെയിൻഡ് ആയിട്ടുള്ളവ ഏതാണ്, ഇൻഫെക്റ്റഡ് ആയിട്ടുള്ളവ ഏതാണോ അങ്ങനെ ഓരോന്നും തരംതിരിച്ച് വെക്കുന്നതാണ് സോർട്ടിംഗ് എന്ന് പറയുന്നത്. അതിനുശേഷം സ്ലൂയിസിങ് ആൻഡ് ഡിസിൻഫെക്റ്റിംഗ് എന്ന് പറഞ്ഞാൽ അണുവിമുക്തമാക്കുന്ന ഒരു പ്രക്രിയയാണ്. അതിനുവേണ്ടി ഈ സോർട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തുണിത്തരങ്ങള് ഓരോ സെക്ഷൻ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, 0.5% ബ്ലീച്ചിങ് സൊല്യൂഷനില് ഒരു 30 മിനിറ്റ് സോക്ക് ചെയ്ത് അല്ലെങ്കിൽ കുതിർത്ത് വെക്കുകയും അതിനുശേഷം വെള്ളവും ഡിറ്റർജന്റും ഉപയോഗിച്ച് കഴുകുകയും അതിനുശേഷം അത് ബണ്ടിലുകളാക്കി കെട്ടിയാണ് പ്രധാന വാഷിംഗ് പ്രോസസ്സിലേക്ക് വിടുന്നത്. അപ്പൊ അതുപോലെ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ളതാണെങ്കിലും അതേ രീതിയിൽ തന്നെ പ്രൊസീജിയേഴ്സ് ചെയ്യുന്നുണ്ട്, പക്ഷെ അത് സെപ്പറേറ്റ് ആണ്, എല്ലാം കൂടി ഒരുമിച്ചല്ല നമ്മൾ ചെയ്യുന്നത്. ഓരോന്നും ഓരോരോ രീതിയിൽ സെപ്പറേറ്റ് ചെയ്ത് സോർട്ട് ചെയ്ത് വെച്ച് അതാത് ഗ്രൂപ്പായിട്ടായിരിക്കും ചെയ്യുക. ക്ലിയർ ആണോ? ഈ ഒരു സ്റ്റേജിലാണ് നമ്മൾ എന്തെങ്കിലും ഡാമേജുകളോ അല്ലെങ്കിൽ കീറലോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് റിപ്പയർ ചെയ്യാനായിട്ട് പരിശോധിക്കുന്നത് ഈ ഒരു സ്റ്റേജിലായിരിക്കും. ഇത്രയും ക്ലിയർ ആണോ? രണ്ട് പോയിന്റ്സ്, ഈ രണ്ട് പ്രോസസ്സ്. എന്താണ് ഒരു റിപ്ലൈ ഇല്ലാത്ത? ക്ലിയർ ആണോ? ആ സോർട്ടിങ് ആൻഡ് സ്ലൂയിസിങ് ആൻഡ് ഡിസിൻഫെക്റ്റിംഗ് ക്ലിയർ ആണോ? രണ്ടൊന്നുകൂടി പറയണോ? പറയാലോ. സെക്കൻഡ് വൺ എന്ന് പറഞ്ഞാൽ സ്ലൂയിസിങ് ആൻഡ് ഡിസിൻഫെക്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ അണുവിമുക്തമാക്കുന്ന പ്രോസസ്സാണ്. ഇത് പ്രധാനപ്പെട്ട വാഷിങ്ങിലേക്ക് പോയിട്ടില്ല, മറിച്ച് അത് സോർട്ട് ചെയ്തതിന് ശേഷം കറകളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റുക, അതുപോലെ തന്നെ ആ തുണിത്തരങ്ങളെ ഡിസിൻഫെക്റ്റിംഗ് ചെയ്യുക. ഒരുമിച്ച് നമ്മൾ വാഷിംഗ് മെഷീനിൽ ഇടുമ്പോൾ മറ്റുള്ളതുമായിട്ട് കണ്ടാമിനേറ്റഡ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇങ്ങനെ ഇൻഫെക്ഷൻസ് എന്താണ് ബാക്ടീരിയ കാര്യങ്ങൾ സ്പ്രെഡ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അതിനു വേണ്ടി നമ്മൾ കൃത്യമായിട്ടാണ് നശീകരണം ചെയ്യുന്നതിന് വേണ്ടി 0.5% ബ്ലീച്ചിങ് സൊല്യൂഷനിൽ ഒരു 30 മിനിറ്റ് ഈ തുണി എന്ത് ചെയ്യും, മുക്കി വെക്കും, സോക്ക് ചെയ്ത് വെക്കും. അതിനുശേഷം ഡിറ്റർജന്റും വാട്ടറും ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുന്നു, അത് കഴുകി വൃത്തിയാക്കും. എന്നിട്ടാണ് പിന്നെ പ്രധാനപ്പെട്ട വാഷിംഗ് പ്രോസസ്സിലേക്ക് അല്ലെങ്കിൽ വാഷിംഗ് മെഷീനിലേക്ക് നമ്മൾ ഇത് ഇടുന്നത്. മനസ്സിലായോ? അപ്പൊ അവിടെ വെച്ച് വാഷിംഗ് മെഷീനിലേക്ക് ഇടുന്നില്ല, മറിച്ച് ഈ ഒരു ബ്ലീച്ചിങ് സൊല്യൂഷൻ മുക്കി വെച്ച് വാട്ടറും ഡിറ്റർജന്റും ഉപയോഗിച്ച് വാഷ് ചെയ്തതിന് ശേഷം ബണ്ടിലാക്കി കെട്ടി അതാത് ഗ്രൂപ്പ് ബണ്ടിലാക്കി കെട്ടിയതിന് ശേഷമാണ് പ്രധാനപ്പെട്ട വാഷിംഗ് പ്രോസസ്സിലേക്ക് ഇതിനെ ഇടുന്നത്. ഇത്രയും ക്ലിയർ ആയോ? മനസ്സിലായോ? ഓക്കെ ആണോ? എന്താണ് ഒരു റിപ്ലൈ കുറവ്? ക്ലിയർ ആയില്ലേ? ഓക്കെ. മൂന്നാമത്തേതാണ് വാഷിംഗ്, എക്സ്ട്രാക്ടിങ്, കണ്ടീഷനിങ്, അയണിങ്. ഇതൊക്കെ നമുക്ക് അറിയാവുന്നതാണ് അല്ലെ. ഇനി അത് പ്രധാനപ്പെട്ട വാഷിംഗ് പ്രോസസ്സിലേക്ക് ആ ഒരു തുണി പോവുകയാണ്. പ്രധാനപ്പെട്ട ലിനൻ ഷുഡ് ബി വാഷ്. നമ്മൾ വ്യക്തമായിട്ട് നമ്മുടെ വാഷിംഗ് മെഷീനും കാര്യങ്ങളും ഉപയോഗിച്ച് കൃത്യമായിട്ട് വാഷ് ചെയ്യുന്നു, ആ തുണികൾ കണ്ടീഷൻ ചെയ്യുന്നു, അതിനുശേഷം ഡ്രൈ ചെയ്ത് അയൺ ചെയ്യുന്നു ബൈ ദ ലോണ്ടറി സ്റ്റാഫ്. ലോണ്ടറി സ്റ്റാഫ് എന്ത് ചെയ്യും, വാഷിംഗ് മെഷീനിലിട്ട് തുണികളെ കഴുകി വൃത്തിയാക്കി കണ്ടീഷനിങ് ചെയ്ത് അയൺ ചെയ്ത് വെക്കുകയാണ് ചെയ്യുക. ദെൻ ഇൻഫെക്റ്റഡ് ലിനൻ ഷുഡ് ബി വാഷ്ഡ് സെപ്പറേറ്റ്. അവിടെയും ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള തുണിത്തരങ്ങളാണെങ്കിൽ അത് സെപ്പറേറ്റ് ആയിട്ടായിരിക്കും, എല്ലാത്തിനെയും കൂടെ ഒരുമിച്ച് മിക്സ് ചെയ്യില്ല, മറിച്ച് അത് സെപ്പറേറ്റഡ് ആയിട്ട് തന്നെയായിരിക്കും നമ്മൾ വാഷ് ചെയ്യുന്നത്. അടുത്ത പ്രോസസ് ആണ് പ്രസ്സിംഗ് ആൻഡ് ഫോൾഡിംഗ്. പ്രസ്സിംഗ് ആൻഡ് ഫോൾഡിംഗ് കഴിഞ്ഞിട്ടൊരു ഹൈഫൻ ഉണ്ട്. എല്ലാം ഓരോ പ്രോസസ്സുകളാണ്. The pressed and folded clean linen should be stored in a dry place on racks. ഈ
എന്താണ് നമ്മുടെ ഡ്രൈ ചെയ്ത് അയൺ ചെയ്ത് വെച്ചിരിക്കുന്ന ലോണ്ടറി ആണെങ്കിൽ അതെന്ത് ചെയ്യുന്നു, അതിൻ്റെതായിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള അയൺ മെഷീൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അത് പ്രസ് ചെയ്ത് അതിലെ വെള്ളവും കാര്യങ്ങളും ഒക്കെ കളഞ്ഞ് നമുക്ക് ചുളിവുകളൊക്കെ നിവർത്തിയിട്ട് അയൺ ചെയ്ത് അത് ഫോൾഡ് ചെയ്ത് നമ്മൾ മടക്കി എന്ത് ചെയ്യുന്നു, കൃത്യമായിട്ട് ഇങ്ങനെ വൃത്തിയായിട്ട്. അപ്പൊ ഇപ്പൊ ആ തുണി എങ്ങനെയാണ്, വളരെ വൃത്തിയായിട്ടുള്ള ലിനനാണ് കിട്ടിയിരിക്കുന്നത് അല്ലെ. അത് നമ്മുടെ ഡ്രൈ പ്ലേസ് ഉണങ്ങിയിട്ടുള്ള നല്ല ാക്കി മടക്കി വെക്കുന്നു. അതിനുശേഷം ആവശ്യമായിട്ടുള്ള ഡിപ്പാർട്ട്മെന്റുകൾക്ക് ഏതൊക്കെയാണോ ആവശ്യമായിട്ടുള്ളത് അവർ ഏതൊക്കെയാണോ നമുക്ക് ഈ ഒരു ഡിപ്പാർട്ട്മെന്റിലേക്ക് ക്ലീൻ ചെയ്യാൻ തന്നിരിക്കുന്നത് അതിനനുസരിച്ച് ഈ വൃത്തിയുള്ള തുണിത്തരങ്ങൾ വളരെ വൃത്തിയുള്ള ട്രോളികൾ ഉപയോഗിച്ച് അതിൻ്റെതായ ലിഫ്റ്റുകൾ ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അതാത് ഇടങ്ങളിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക. അപ്പോ മൂന്നാമത്തെയും നാലാമത്തെയും എന്തൊക്കെയാ പറഞ്ഞത്, വാഷിംഗ്, എക്സ്ട്രാക്ടിങ്, കണ്ടീഷനിങ് ആൻഡ് അയണിങ്. കഴുകുന്നു, അതിനുശേഷം ലോണ്ടറി സ്റ്റാഫുകൾ എന്ത് ചെയ്യുന്നു, വാഷിംഗ് മെഷീനിൽ ഉപയോഗിച്ച് അത് കഴുകുന്നു, അതിന്റെ വെള്ളം പിഴിഞ്ഞ് എക്സ്ട്രാക്ട് ചെയ്ത് കളയുന്നു, അതുപോലെ തന്നെ അത് കണ്ടീഷനിങ് ചെയ്യുന്നു, അതിനുശേഷം അത് അയൺ ചെയ്യുന്നു, അയൺ ചെയ്തതിന് ശേഷം അത് ഡ്രസ് ചെയ്ത് ഫോൾഡ് ചെയ്ത് മടക്കി നമ്മുടെ ഡ്രൈ ആയിട്ടുള്ള റാക്കുകളിൽ അടക്കി വെക്കുന്നു. അതിനുശേഷം ഈ ക്ലീൻഡ് ആയിട്ടുള്ള തുണിത്തരങ്ങള് അതാത് ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് അല്ലെങ്കിൽ ആ ഹോസ്പിറ്റലിൽ അതാത് ഏരിയാസിലേക്ക് ആവശ്യാനുസരണം വൃത്തിയുള്ള ട്രോളിയും അതുപോലെ തന്നെ അതിൻ്റെതായിട്ടുള്ള ലിഫ്റ്റ് സൗകര്യങ്ങളും വഴി ഓരോ ഇടങ്ങളിലേക്കും ട്രാൻസ്പോർട്ട് ചെയ്യുകയും ചെയ്യും. ക്ലിയർ ആണോ? തേർഡ് ആൻഡ് ഫോർത്ത് പ്രോസസ്. ഓക്കെ, ഇനി ആ ഒരു പ്രോസസ്സിംഗ് സോയിലിന്റെ ലിനന്റെ ആ ഒരു പ്രോസസ്സിന്റെ ആ ഒരു സൈക്കിൾ ആണ് താഴെ കാണിച്ചിരിക്കുന്നത്. നമ്മൾ ഈ പറഞ്ഞ പ്രോസസ്സ് തന്നെയാണ് കേട്ടോ. ഫസ്റ്റ് വൺ സോർട്ടിങ് ചെയ്തു, അതിനുശേഷം ഈ ഒരു സൈക്കിളും കൃത്യമായിട്ടൊന്ന് പഠിച്ചു വെച്ചേക്കണേ. അത് ആരോ മാർക്കിട്ടൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. അതിൽ ഏതെങ്കിലും ഒക്കെ ഇൻക്ലൂഡഡ് ആയിരുന്നെങ്കിൽ ഇപ്പൊ ഒരു സ്ലൂയിസിങ് ആൻഡ് ഡിസിൻഫെക്റ്റിംഗ് കഴിഞ്ഞ ഒരു ഡാഷ് കൊടുത്തേക്കാം. അപ്പൊ അത് ഐഡന്റിഫൈ ചെയ്ത് ആ താഴെ ഓപ്ഷനിൽ നിന്ന് കണ്ടെത്തി എഴുതാൻ വേണ്ടിയിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ ലാസ്റ്റ് ഭാഗം ഫില്ല് ചെയ്യാനായിട്ട് ചോദിക്കാം. അപ്പൊ അങ്ങനെ രീതിയിൽ ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പൊ ഇവിടെ സോർട്ടിങ് കഴിഞ്ഞു, അതിനുശേഷം സ്ലൂയിസിങ് ആൻഡ് ഡിസിൻഫെക്റ്റിംഗ് ആണ്, അതിനുശേഷം വാഷിംഗ്. ഈ പറഞ്ഞ പ്രോസസ്സ് തന്നെയാണ് കേട്ടോ. വാഷിംഗ് കഴിഞ്ഞു, എക്സ്ട്രാക്ടിങ് ചെയ്തു, അതിനുശേഷം കണ്ടീഷനിങ് ചെയ്യുന്നു, അതിനുശേഷം അയണിങ് ചെയ്യുന്നു, പ്രസ്സിംഗ് ആൻഡ് ഫോൾഡിങ് ചെയ്തിട്ട് പിന്നെയും എന്ത് ചെയ്യുന്നു, അടുത്ത ആ ഒരു പ്രോസസ് പിന്നെയും സൈക്കിൾ റിപ്പീറ്റ് ചെയ്യുക. പ്രസ് ആൻഡ് ഫോൾഡിങ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതാത് ഡിപ്പാർട്ട്മെന്റിലേക്ക് അത് കൊടുക്കുകയാണ് ചെയ്യുക. അതിനുശേഷം വരുന്ന കളക്ട് ചെയ്ത് കൊണ്ടുവരുന്ന ലോണ്ടറീസ് പിന്നെയും സോർട്ട് ചെയ്യും, സ്ലൂയിസിങ് ഡിസിൻഫെക്റ്റിംഗ് ചെയ്യും, പ്രധാനപ്പെട്ട വാഷിംഗ് പ്രോസസ്സിലേക്ക് കിടക്കും, എക്സ്ട്രാക്ട് ചെയ്യും, അതുപോലെ കണ്ടീഷനിങ് നടത്തുന്നു, അയൺ ചെയ്യുന്നു, ഫോൾഡ് ചെയ്ത് വെക്കുന്നു. ഈ ഒരു സൈക്കിള് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ക്ലിയർ ആണോ? പ്രോസസിംഗ് സോയിൽഡ് ലിനൻ. ഓക്കെ, അടുത്തത് കോമൺലി യൂസ്ഡ് എക്യുപ്മെന്റ് ഇൻ എ ടിപ്പിക്കൽ ലോണ്ടറി. ഒരു സാധാരണ ഒരു ലോണ്ടറി ഡിപ്പാർട്ട്മെന്റിൽ അല്ലെങ്കിൽ ലോണ്ടറി ഇടങ്ങളിൽ അല്ലെങ്കിൽ ഒരു അലക്കശാലയിൽ അവിടെ ഉണ്ടാവുന്ന കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന കുറച്ച് എക്യുപ്മെന്റുകളുണ്ട്. ഏതൊക്കെയാണെന്ന് നോക്കാം. വാഷിംഗ് മെഷീൻ അല്ലെ, നമ്മൾ യൂസ് ചെയ്യുന്നതാണ് വാഷിംഗ് മെഷീൻ. ഹാൻഡ് അയൺ, അയൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഹാൻഡ് അയൺസ്, ഡ്രയറുകള്, ഡിസ്ട്രിബ്യൂഷൻ ട്രോളി, അത് വിതരണം ചെയ്യാനുള്ള ട്രോളികള്, എയർ കംപ്രസർ, വാട്ടർ കാര്യങ്ങളൊക്കെ ഡ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഡസ്റ്റ് ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ട് മോയ്സ്ചറും ഡസ്റ്റും കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് എയർ കംപ്രസർ ഉണ്ടായിരിക്കും. സ്വീം മെഷീൻ, എന്തെങ്കിലും ഡാമേജോ കാര്യങ്ങളോ ടീറോ കാര്യങ്ങളോ പിന്നീടായിട്ടുണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്ത് റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് സ്വീം മെഷീൻസ് ഉണ്ടായിരിക്കും, തയ്യൽ മെഷീനുകൾ, ഇങ്ങനെയുള്ളവയൊക്കെ എക്സെട്രാ ആർ സം ഓഫ് ദ കോമൺലി യൂസ്ഡ് എക്യുപ്മെന്റ് ഇൻ ലോണ്ടറി. ഒരു ലോണ്ടറി ഡിപ്പാർട്ട്മെന്റിൽ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന കുറച്ച് ഉപകരണങ്ങളാണ് വാഷിംഗ് മെഷീൻ, ഹാൻഡ് അയൺ, ഡ്രയർ, ഡിസ്ട്രിബ്യൂഷൻ ട്രോളി, എയർ കംപ്രസർ, സ്വീം മെഷീൻ, എക്സെട്രാ. Then soiled or contaminated laundry handling is very vital for the safety and well-being of patients and staff. Patients soiled അല്ലെങ്കിൽ മലിനമായിട്ടുള്ള അല്ലെങ്കിൽ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ലോണ്ടറി കൈകാര്യം ചെയ്യുക എന്ന് പറയുന്നത് ഇപ്പൊ പേഷ്യൻസിനാണെങ്കിലും അതുപോലെ തന്നെ സ്റ്റാഫുകൾക്കും വളരെ അവരുടെ സുരക്ഷ ഉറപ്പുവരുത്തുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, വളരെ പ്രാധാന്യമുള്ളതാണ്. Linen that comes in contact with workers or individual can become contaminated with injurious microorganisms and body fluids. ഇങ്ങനെ പല ഭാഗങ്ങളിൽ നിന്ന് വരുന്ന തുണിത്തരങ്ങൾ ആയതുകൊണ്ട് തന്നെ അത് പല രീതിയിലുള്ള സിറ്റുവേഷൻസുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ പല രീതിയിൽ അത് മലിനമായിട്ടുണ്ടാകും.
അല്ലെ, ഇഞ്ചുറീസ് ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസംസുമായിട്ട് കോണ്ടാക്റ്റിൽ വന്നിട്ടുണ്ടാവാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ബോഡി ഫ്ലൂയിഡ്സുമായിട്ട് കോണ്ടാക്റ്റിൽ വന്നിട്ടുണ്ടാവാം. അതുകൊണ്ട് തന്നെ ഇത് യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇത് കൈകാര്യം ചെയ്യുന്ന വർക്കേഴ്സിന് അല്ലെ, നോക്കിയേ, ദ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അവിടെ വർക്ക് ചെയ്യുന്ന വർക്കേഴ്സിനാണ് ഇത് കൂടുതലും ബാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ മസ്റ്റ് ബി വോൺ വെൻ ഇൻഫെക്റ്റഡ് ഇങ്ങനെ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള തുണിത്തരങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ അവരെപ്പോഴും പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റുകൾ ധരിച്ചു വേണം ചെയ്യാനായിട്ട്. ഓൾ ഇൻഫെക്റ്റഡ് ലിനൻ മസ്റ്റ് ബി വാഷ്ഡ് സെപ്പറേറ്റ്ലി ടു അതർ ഐറ്റംസ്. ഏതൊരു മറ്റ് ഐറ്റംസിനൊക്കെ മാറ്റി ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ലിനൻസ് എപ്പോഴും സെപ്പറേറ്റ് ആയിട്ട് തന്നെയാണ് വാഷ് ചെയ്യേണ്ടത്, മറ്റുള്ളവയുടെ കൂടെ മിക്സ് ചെയ്ത് വാഷ് ചെയ്യാറില്ല. ഇത്രയും കാര്യങ്ങൾ ഓൾറെഡി നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ഇനി അടുത്തതായിട്ട് വരുന്നത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. വാട്ട് ആർ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലോട്ടറി കളക്ടഡ്? നമ്മൾ നേരത്തെ ക്ലാസിഫിക്കേഷൻ പറഞ്ഞിരുന്നു. ഇവിടുത്തെ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ കളക്ട് ചെയ്ത് കൊണ്ടുവരുന്ന തുണിത്തരങ്ങളെ നമ്മൾ എത്ര ടൈപ്പ് ആയിട്ട് തിരിക്കുന്നു എന്നാണ്. കളക്ട് ചെയ്ത് കൊണ്ടുവരുന്നില്ലേ തുണിത്തരങ്ങൾ, ഇല്ലേ? നമ്മൾ പറഞ്ഞു ഓരോ ഗ്രൂപ്പ് ആയിട്ട് അല്ലെങ്കിൽ ഓരോ ടൈപ്പ് ആയിട്ട് സോർട്ട് ചെയ്യുമെന്ന് പറഞ്ഞു, അല്ലേ? പറഞ്ഞിരുന്നോ? പറഞ്ഞില്ലേ? സോർട്ട് ചെയ്യുമെന്ന്, തരംതിരിക്കും. അപ്പൊ ഈ കളക്ട് ചെയ്ത് കൊണ്ടുവരുന്ന തുണിത്തരങ്ങളെ എത്ര ടൈപ്പ് ആയിട്ട് നമുക്ക് തിരിക്കാം? അവിടെ 4 ടൈപ്പ് ആയിട്ടാണ് തിരിക്കുന്നത്. യൂസ്ഡ് ലിനൻ, സോയിൽഡ് ലിനൻ, ഇൻഫെക്റ്റഡ് ലിനൻ ആൻഡ് തിയേറ്റർ ലിനൻ. 4 ടൈപ്പ് ആയിട്ട് കളക്ട് ചെയ്ത് കൊണ്ടുവരുന്ന തുണിത്തരങ്ങളെയാണ് കേട്ടോ. കളക്ട് ചെയ്ത് ഓരോ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും നമ്മൾ കളക്ട് ചെയ്ത് ലോണ്ടറി ഡിപ്പാർട്ട്മെന്റിലേക്ക് കളക്ട് ചെയ്ത് കൊണ്ടുവരുന്ന തുണിത്തരങ്ങളെ 4 ഡിഫറെന്റ് ടൈപ്പ് ആയിട്ട് നമ്മൾ തിരിക്കുന്നു. അതിൽ ഒന്നാമത്തതാണ് യൂസ്ഡ് ലിനൻ. എന്തായിരിക്കും യൂസ്ഡ് ലിനനിൽ പറയുന്നത്? ഉപയോഗിച്ച തുണിയാണ്, അല്ലെ? എല്ലാം ഉപയോഗിച്ചത് തന്നെയാണ്, അല്ലെങ്കിൽ യൂസ്ഡ് ആയിട്ടുള്ളത് തന്നെയാണ്. പക്ഷെ ഇവിടെ യൂസ്ഡ് ലിനനിൽ പറയുന്നത് ദിസ് ടൈപ്പ് ഓഫ് ലിനൻ has been used in patient care but is not apparently tainted. എന്ന് വെച്ചാൽ ഇത് പേഷ്യൻസിന്റെ പരിചരണവുമായി ബന്ധപ്പെട്ട് ഉപയോഗിച്ചിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് ലിനൻ തന്നെയാണ്. പക്ഷേ ബട്ട് ഈസ് നോട്ട് അപ്പാരന്റ്ലി ചേഞ്ചഡ് എന്ന് വെച്ചാൽ എന്താ, നമുക്ക് വിസിബിളി അല്ലെങ്കിൽ നമുക്ക് നോക്കുമ്പോൾ അല്ലെങ്കിൽ വിസിബിളി നമുക്ക് അത് സ്റ്റെയിൻഡ് ആയിട്ടുണ്ട് അല്ലെങ്കിൽ കറ പറ്റിയിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. മനസ്സിലായോ? യൂസ് ചെയ്തിട്ടുണ്ട്, അത് ഉപയോഗിച്ചിട്ടുണ്ട്, പേഷ്യൻസിന്റെ പരിചരണവുമായി ബന്ധപ്പെട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷെ നമുക്കൊരു വിസിബിളി, നമുക്കത് പ്രത്യക്ഷത്തിൽ എന്ത് ചെയ്യുന്നില്ല, അതൊരു കറ പറ്റിയതായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്റ്റെയിൻഡ് ആയിട്ടുള്ളതായിട്ടോ അല്ലെങ്കിൽ കണ്ടാമിനന്റ് ആയിട്ടോ നമുക്ക് തോന്നാത്തവയാണ് യൂസ്ഡ് ലിനൻ എന്ന് പറയുന്നത്. ഇല്ലേ? ഇപ്പൊ നമ്മുടെ വീട്ടിലാണെങ്കിലും നമ്മൾ പുറത്ത് പോയി ചില വസ്ത്രങ്ങൾ നമ്മൾ യൂസ് ചെയ്തിട്ട് ഉപയോഗിച്ചിട്ടുണ്ടാവാം. പക്ഷെ അത് കാണുമ്പോൾ നമുക്ക് നമ്മൾ മാറിയിട്ട് നമ്മൾ പിന്നെ ചെന്ന് നോക്കും, ചിലപ്പോൾ അതിൽ പറയാൻ കാര്യങ്ങളും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്, പക്ഷെ നമുക്ക് പ്രത്യക്ഷത്തില് അതിൽ എന്ത് കാണുന്നില്ല, മറ്റു യാതൊരുവിധ കണ്ടാമിനേഷൻസോ അല്ലെങ്കിൽ സ്റ്റെയിൻസോ കറകളോ കാര്യങ്ങളോ കാണാത്തവയാണ് യൂസ്ഡ് ലിനൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? യൂസ്ഡ് ലിനൻ മനസ്സിലായോ? പേഷ്യൻസിന്റെ പരിചരണവുമായി ബന്ധപ്പെട്ട് ഉപയോഗിച്ചിട്ടുണ്ട്, പക്ഷെ അപ്പാരന്റ്ലി നോട്ട് അപ്പാരന്റ്ലി ചേഞ്ചഡ്. നമുക്ക് പ്രത്യക്ഷത്തിൽ അല്ലെങ്കിൽ നമുക്ക് വിസിബിളി നമുക്ക് അതൊരു സ്റ്റെയിൻഡ് ഉണ്ട് അല്ലെങ്കിൽ സോയിൽഡ് ആണ്, മലിനമായിട്ടുണ്ടെന്ന് തോന്നാത്തവ. Soiled linen എന്ന് പറഞ്ഞാല് this type of linen has been contaminated or tainted as they come in contact with blood, body fluids, secretion or excretion or other items. Soiled linen എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ കണ്ടാമിനേഷൻ അല്ലെങ്കിൽ ചേഞ്ചഡ് ആവുന്നുണ്ട്, ഒരു തുണി മലിനമാവുന്നുണ്ട്. എന്തുമായിട്ട് കോണ്ടാക്റ്റിൽ വരുമ്പോഴാ? ബ്ലഡോ, ബോഡി ഫ്ലൂയിഡ്സോ, സെക്രീഷൻസ് ഓർ എക്സ്ക്രീഷൻസ്, നമ്മുടെ ബോഡിയിൽ നിന്നുമുള്ള സെക്രീഷൻസ്, എക്സ്ക്രീഷൻസ്, അതുപോലെ തന്നെ ബ്ലഡ്, ബോഡി ഫ്ലൂയിഡ്സ് മുതലായവയുമായിട്ട് കോണ്ടാക്റ്റിൽ വരുമ്പോ അല്ലെങ്കിൽ സമ്പർക്കത്തിൽ വരുമ്പോഴാണ് അങ്ങനെ കണ്ടാമിനേറ്റഡ് ആവുന്ന അല്ലെങ്കിൽ മലിനമാവുന്ന തുണിത്തരങ്ങളെയാണ് സോയിൽഡ് ലിനൻ എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തത് ഇൻഫെക്റ്റഡ് ലിനൻ. Infected linen എന്ന് പറയുമ്പോൾ എന്താ? This type of linen can be used or soiled linen but from a patient with a known or suspected infection. അതായത് ഒരു പേഷ്യന്റുമായി ബന്ധപ്പെട്ട് അവർ പേഷ്യന്റ് ഉപയോഗിച്ചതാവാം അല്ലെങ്കിൽ മലിനമായിട്ടുള്ളതാവാം. എങ്ങനെയുള്ള പേഷ്യൻസാ? പേഷ്യൻസ് വിത്ത് നോൺ, അതായത് എന്തെങ്കിലും ഒരു ഇൻഫെക്ഷൻ ഉണ്ടെന്ന് നമുക്ക് സ്ഥിരീകരിച്ചിട്ടുള്ള പേഷ്യൻസ്, അല്ലെ? ഇൻഫെക്ഷൻ ഉണ്ട് എന്ന് സ്ഥിരീകരിച്ചിട്ടുള്ള പേഷ്യന്റ് ആവാം, ഓർ സസ്പെക്റ്റഡ്, സംശയാസ്പദമായിട്ടുള്ള. നമ്മുടെ ഐസൊലേറ്റഡ് ആയിട്ട് നമ്മുടെ കൊറോണ ഒക്കെ വന്നു കഴിഞ്ഞപ്പോ കുറച്ചു പേർക്ക് ഓൾറെഡി പോസിറ്റീവാണ്, അല്ലെ? അവരുമായിട്ട് സമ്പർക്കത്തിലുള്ളവരെ നമുക്ക് സംശയം തോന്നിയിട്ട് നമ്മൾ ഐസൊലേഷനിലായിട്ട് വെക്കാറുണ്ടായിരുന്നു, ഇല്ലേ? വെക്കാറുണ്ടായിരുന്നില്ലേ? അപ്പൊ അതെന്തുകൊണ്ടാണ്? അവർക്ക് ചിലപ്പോൾ ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്, അല്ലെ? നമുക്കൊരു സംശയമുണ്ട്,
ചിലപ്പോ ആവാം അല്ലെ, വളരെ അടുത്ത് പെരുമാറിയ ആളുകളായതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും ഇൻഫെക്ഷൻ വരുമെന്ന് സംശയത്തിലിരിക്കുന്ന ആളുകളെ യൂസ് ചെയ്യുന്നതോ, അല്ലെങ്കിൽ ഓൾറെഡി ഉള്ള ഇൻഫെക്ഷൻ ഉണ്ട് എന്ന് സ്ഥിരീകരിച്ചിട്ടുള്ള പേഷ്യൻസോ യൂസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ലിനനുകളെയാണ് ഇൻഫെക്റ്റഡ് ലിനൻ എന്ന് പറയുന്നത്. നാലാമത്തത് തിയേറ്റർ ലിനൻ. പേരിൽ നിന്ന് മനസ്സിലാവും അല്ലെ, യൂസ്ഡ് ഇൻ ഓപ്പറേഷൻ തിയേറ്റേഴ്സ് ഓർ സർജിക്കൽ പ്രൊസീജിയേഴ്സ്. ഓപ്പറേഷൻ തിയേറ്ററിൽ അല്ലെങ്കിൽ സർജിക്കൽ പ്രൊസീജിയേഴ്സുമായി ബന്ധപ്പെട്ട് ഉപയോഗിച്ചിട്ടുള്ള തുണിത്തരങ്ങളെയാണ് തിയേറ്റർ ലിനൻ എന്ന് പറയുന്നത്. അപ്പൊ 4 ടൈപ്പായിട്ട് ലോണ്ടറി കളക്ട് ചെയ്ത് വന്നിട്ടുള്ള ലോണ്ടറി ലിനൻസിനെ നമ്മൾ ഡിവൈഡ് ചെയ്തിരിക്കുന്നു. അതിൽ ഒന്നാമത്തെ ടൈപ്പാണ് യൂസ്ഡ് ലിനൻ. യൂസ്ഡ് ലിനൻ എന്ന് പറഞ്ഞാല് പേഷ്യൻസിന്റെ പരിചരണവുമായി ബന്ധപ്പെട്ട് ഉപയോഗിച്ചിട്ടുണ്ട്, പക്ഷെ പ്രത്യക്ഷത്തിൽ നമുക്ക് അതിനൊരു കറ പറ്റിയതായിട്ടോ അല്ലെങ്കിൽ മലിനമായിട്ടുള്ളതാണെന്ന് തോന്നാത്തവയാണ് യൂസ്ഡ് ലിനൻ. സോയിൽഡ് ലിനൻ എന്ന് പറഞ്ഞാല് ബ്ലഡോ ബോഡി ഫ്ലൂയിഡ്സോ അല്ലെങ്കിൽ നമ്മുടെ ബോഡിയുമായി ബന്ധപ്പെട്ട് വരുന്ന സെക്രീഷൻസോ എക്സ്ക്രീഷൻസോ ബ്ലഡോ ബോഡി ഫ്ലൂയിഡ്സോ ഒക്കെ ആയിട്ട് കോണ്ടാക്റ്റിൽ അല്ലെങ്കിൽ സമ്പർക്കത്തിൽ വന്നിട്ടുള്ള തുണിത്തരങ്ങളെയാണ് സോയിൽഡ് ലിനൻ എന്ന് പറയുന്നത്. ഇൻഫെക്റ്റഡ് ലിനൻ എന്ന് പറഞ്ഞാല് ഒരു ഇൻഫെക്ഷൻ ഉള്ള ഒരു പേഷ്യന്റ് ആവാം, അല്ലെങ്കിൽ ഇൻഫെക്ഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ സംശയം തോന്നുന്ന പേഷ്യൻസോ ഉപയോഗിച്ചിട്ടുള്ള തുണിത്തരങ്ങളെയാണ് ഇൻഫെക്റ്റഡ് ലിനൻ എന്ന് പറയുന്നത്. തിയേറ്റർ ലിനൻ എന്ന് പറഞ്ഞാൽ യൂസ്ഡ് ഇൻ ഓപ്പറേഷൻ തിയേറ്റർ ഓർ സർജിക്കൽ പ്രൊസീജിയർ. ഓപ്പറേഷൻ തിയേറ്ററിലോ അല്ലെങ്കിൽ സർജിക്കൽ പ്രൊസീജിയേഴ്സുമായി ബന്ധപ്പെട്ടോ ഉപയോഗിച്ചിട്ടുള്ള തുണിത്തരങ്ങളെയാണ് തിയേറ്റർ ലിനൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ ആ 4 എണ്ണം? ഓക്കെ ആണോ? ഓക്കെ, ഈ 4 എണ്ണം ചോദിക്കാറുണ്ട് കേട്ടോ, ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ മറ്റേ ക്ലാസിഫിക്കേഷനും ചോദിക്കാറുണ്ട്, മാറിപ്പോകരുത് കേട്ടോ. 2 രീതിയിലുള്ള ക്ലാസിഫിക്കേഷനും ടൈപ്പും ചോദിക്കാറുണ്ട് കേട്ടോ. ഓക്കെ, then should be safe from potentially infectious material as well as for good hygiene practices. You should always use gloves when handling tainted or contaminated laundry and should remove to change to clean gloves before handling clean laundry. അതായത് എപ്പോഴും ഒരു അവിടുത്തെ സ്റ്റാഫുകളുടെ സേഫ്റ്റി അല്ലെങ്കിൽ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് അവർ, കാരണം ഇത് പൊട്ടൻഷ്യലി ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള വളരെ അപകടകരമായിട്ടുള്ള ഇൻഫെക്ഷ്യസ് മെറ്റീരിയലുമായി ബന്ധപ്പെട്ട് ഉള്ള തുണിത്തരങ്ങളായതുകൊണ്ട് തന്നെ വളരെ സേഫ് ആയിട്ട് ഇത് കൈകാര്യം ചെയ്യണമെങ്കിൽ വളരെ നല്ല രീതിയിലുള്ള ശുചിത്വപരമായിട്ടുള്ള രീതികൾ നമ്മൾ അവിടെ ഫോളോ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനു വേണ്ടിയിട്ട് എപ്പോഴും ഇങ്ങനെയുള്ള തുണിത്തരങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ഗ്ലൗസുകൾ ഉപയോഗിക്കുക. അത് എപ്പോഴാണ് കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള തുണിത്തരങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ഒരു ഗ്ലൗസ് ഉപയോഗിക്കുക. അതിനുശേഷം പുതിയതായിട്ട് ക്ലീൻ ആയിട്ടുള്ള തുണിത്തരങ്ങളാണ് നമ്മൾ കൈകാര്യം ചെയ്യാൻ പോകുന്നതെങ്കിൽ ആ ആദ്യത്തെ ഗ്ലൗസ് മാറ്റി റിമൂവ് ചെയ്ത് പുതിയ ഒരു വൃത്തിയുള്ള ഗ്ലൗസ് ധരിച്ചതിന് ശേഷം മാത്രമേ ഈ പറയുന്ന വൃത്തിയുള്ള തുണിത്തരങ്ങൾ കൈകാര്യം ചെയ്യാൻ പാടുള്ളൂ. രണ്ടും തമ്മിൽ ഒരുമിച്ച് ഒരേ ഗ്ലൗസ് ഇട്ടുകൊണ്ട് ചെയ്യരുതെന്നാ പറയുന്നത്. ഒരു ഗ്ലൗസ് യൂസ് ചെയ്യുന്നുണ്ട്, കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള തുണിത്തരങ്ങൾ എടുക്കാൻ വേണ്ടി നമ്മൾ ഒരു ഗ്ലൗസ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് മാറ്റി കൈയൊക്കെ ഒന്ന് വാഷ് ചെയ്ത് ഹൈജീൻ ഒക്കെ ചെയ്തതിന് ശേഷം പുതിയൊരു ഗ്ലൗസ് ധരിച്ചതിന് ശേഷമായിരിക്കണം ക്ലീൻഡ് ആയിട്ടുള്ള ലോണ്ടറി കൈകാര്യം ചെയ്യാനായിട്ട്. And if a person has a contagious disease or is on contact with cushion, clothes should be washed separately. ഒരു പേഷ്യന്റ് അല്ലെങ്കിൽ ഒരു വ്യക്തിയെ നമുക്ക് കണ്ടീജിയസ് ഡിസീസ് പകർച്ചവ്യാധികളുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഫെക്ഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും പകർച്ചവ്യാധി ഉണ്ടെന്ന് നമുക്കറിയാം. ഓർ ഇസ് ഓൺ കോണ്ടാക്ട് പ്രിക്കോഷൻ, അല്ലെങ്കിൽ അവരുമായിട്ട് സമ്പർക്ക മുൻകരുതലിൽ ഇരിക്കുന്ന ആളുകളുണ്ടാവും അല്ലെ. ഇപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ കോവിഡ് ഒക്കെ വന്നപ്പോൾ നമ്മൾ സമ്പർക്ക മുൻകരുതൽ എടുക്കാൻ വേണ്ടി കുറെ ആളുകൾ ഐസൊലേറ്റഡ് ആക്കിയിരുന്നു അല്ലെ. അപ്പൊ അങ്ങനെ ക്വാറന്റൈനിലൊക്കെ ഇരുത്തിയിരുന്നു. അപ്പൊ അങ്ങനെയുള്ള പേഷ്യൻസിന്റെ അല്ലെങ്കിൽ അങ്ങനെയുള്ള വ്യക്തികൾ ഉപയോഗിച്ചതായിട്ടുള്ള തുണിത്തരങ്ങള് എപ്പോഴും നമ്മൾ സെപ്പറേറ്റ് ആയിട്ടാണ് വാഷ് ചെയ്യുന്നത്. കാരണം അത് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ലിനൻസ് ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ അത് സെപ്പറേറ്റ് ആയിട്ടാണ് വാഷ് ചെയ്യുന്നത്. Then the washing machine must be then disinfected after washing. അപ്പൊ എപ്പോഴും ഇങ്ങനെയുള്ള ഒരു ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള തുണിത്തരങ്ങൾ വാഷ് ചെയ്ത് കഴിഞ്ഞാല് വാഷിംഗ് മെഷീൻസ് എപ്പോഴും എന്ത് ചെയ്യണം, കൃത്യമായിട്ട് വാഷ് ചെയ്യണം. അത് എപ്പോഴും എന്തിനു വേണ്ടി, അത്
അത് വാഷിംഗ് മെഷീൻ വാഷ് ചെയ്ത് ഡിസിൻഫെക്ഷൻ ചെയ്യുന്നത് അവിടെ അണുവിമുക്തം, കാരണം ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള തുണിത്തരങ്ങളാണ് നമ്മൾ വാഷ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ആ ഒരു വാഷിംഗ് മെഷീനിലും അതിൻ്റെതായിട്ടുള്ള മൈക്രോബ്സും കാര്യങ്ങളും ഉണ്ടാവും അല്ലെ. ആ ഒരു വാഷിംഗ് മെഷീന്റെ അകം വളരെ വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള തുണിത്തരങ്ങളോ കാര്യങ്ങളോ ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്, വാഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുശേഷം ആ വാഷിംഗ് മെഷീൻ കൃത്യമായിട്ട് അതിനുശേഷം എന്ത് ചെയ്യുക, ഡിസിൻഫെക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ അണുവിമുക്തമാക്കുക. അതിനുശേഷം മാത്രമേ അടുത്ത സെറ്റ് ഓഫ് തുണികൾ അതിൽ ഇടാനായിട്ട് പാടുള്ളൂ. അപ്പൊ ഒരു ദിവസം ഒരു പ്രാവശ്യമെങ്കിലും ഈ പറയുന്ന പോലെ വാഷിംഗ് മെഷീൻസ് എന്ത് ചെയ്യാറുണ്ട്, ഡിസിൻഫെക്ഷൻ ചെയ്തിട്ടാണ് നമ്മൾ ആ പ്രോസസ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഇൻഫെക്റ്റഡ് ലിനറ്റ്സ് ഇടുകയാണെങ്കിൽ അതിനുശേഷം നിർബന്ധമായിട്ടും വാഷിംഗ് മെഷീൻസ് ഡിസിൻഫെക്റ്റ് ചെയ്തിരിക്കണം. ഓക്കെ, അപ്പൊ ആ ഒരു 4 ഡിഫറെന്റ് ടൈപ്സ് ആണ്, ആ 4 ടൈപ്പാണ് ആ ഭാഗത്ത് ചോദിക്കാറ് കേട്ടോ. ക്ലിയർ ആണോ? Okay. Then separate collection of infected linen. അതിൽ പറയുന്നത് all linen after use should be collected in each department or ward and segregated into potentially infective and non-potentially infected. അപ്പൊ നമ്മൾ ഈ പറയുന്ന ഓരോ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് അല്ലെങ്കിൽ ഓരോ വാർഡുകളിൽ നിന്നൊക്കെ നമ്മൾ കളക്ട് ചെയ്യുന്ന ഈ തുണിത്തരങ്ങൾ, എല്ലാ തുണിത്തരങ്ങളെയും നമ്മൾ ഇൻഫെക്റ്റീവ് ആണോ, നമുക്ക് അപകട സാധ്യതയുള്ളവയാണോ, അല്ലെങ്കിൽ നോൺ പൊട്ടൻഷ്യലി ഇൻഫെക്റ്റഡ്, നമുക്ക് അപകട സാധ്യത ഇല്ലാത്തവ എന്ന രീതിയിൽ നമ്മൾ തരം തിരിക്കാറുണ്ട്. ആൻഡ് പ്ലേസ് ചേഞ്ചഡ് ലിനൻ ഇൻടു എ ക്ലിയർലി ലേബിൾഡ് ആൻഡ് ലീക്ക് പ്രൂഫ് കണ്ടെയ്നർ. അപ്പൊ ഈ ഒരു ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് നമ്മൾ അവിടുന്ന് കൊണ്ടുവരുമ്പോൾ അല്ലെങ്കിൽ പേഷ്യൻസിന് പരിചരണം കൊടുക്കുന്ന ഒരു ഏരിയ ആണ്. ഇപ്പൊ ഒരു വാർഡ് ആണെങ്കിൽ ആ വാർഡില് നിങ്ങൾ കണ്ടു കാണും ബാഗ് അല്ലെങ്കിൽ ബക്കറ്റുകള് ക്ലിയർ ആയിട്ട് ലേബൽ ചെയ്തിട്ടുള്ള തുണിത്തരങ്ങൾ ഇടാൻ അല്ലെങ്കിൽ വേസ്റ്റ് ഒക്കെ ഇടാൻ വേണ്ടിട്ട് ഓരോ ബക്കറ്റുകൾ അല്ലെങ്കിൽ ബാഗുകൾ വെച്ചിരിക്കുന്നത് കണ്ടിട്ടുണ്ടോ? വാർഡ് അല്ലെങ്കിൽ റൂമുമായി ബന്ധപ്പെട്ട ഏരിയയിലൊക്കെ കണ്ടിട്ടില്ലേ? വേസ്റ്റ് കാര്യങ്ങൾ ഇടാൻ, അതുപോലെ ഇതുപോലെയുള്ള തുണിത്തരങ്ങൾ ഇടാനൊക്കെ വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ടുള്ള ബാഗും കാര്യങ്ങളും അല്ലെങ്കിൽ ബക്കറ്റോ കാര്യങ്ങളോ ഒക്കെ വെക്കുകയാണ്. അത് എന്തുകൊണ്ടാണ് നമ്മുടെ പേഷ്യൻസിന്റെ പരിചരണവുമായി ബന്ധപ്പെട്ട് വളരെ ലീക്ക് പ്രൂഫ് ആയിട്ടുള്ള കണ്ടെയ്നറുകൾ, ഇപ്പൊ ബാഗോ ബക്കറ്റോ പോലെയുള്ളവയൊക്കെ ഇതുപോലെ കണ്ടാമിനേറ്റഡ് ആവുന്ന തുണിത്തരങ്ങൾ ഇടാനും വേണ്ടിയിട്ട് സ്ഥാപിക്കുക. അത് ആ ഒരു സ്റ്റാഫുകൾക്ക് എളുപ്പത്തിൽ അത് കളക്ട് ചെയ്യാനും കൈകാര്യം ചെയ്യാനും അത് ഡിസ്പോസ് ചെയ്യാനും ട്രാൻസ്പോർട്ട് ചെയ്ത് കൊണ്ടുപോകാനൊക്കെ വളരെ, കാരണം അവർ വളരെ അപകട സാധ്യതയിലുള്ള ആളുകളാണ് അല്ലെ. ആ സ്റ്റാഫുകളാണ് അവർ ഇത് കൈകാര്യം ചെയ്യുന്ന സ്റ്റാഫുകളാണ് ഏറ്റവും കൂടുതൽ ഹൈ റിസ്കിലുള്ള ആളുകൾ അല്ലെ, ഏറ്റവും കൂടുതൽ അപകട സാധ്യതയിലുള്ള ആളുകൾ. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് എളുപ്പത്തിൽ ഇത് കളക്ട് ചെയ്ത് കൊണ്ടുപോകാനും കൈകാര്യം ചെയ്യാനും ഡിസ്പോസ് ചെയ്യാനും ട്രാൻസ്പോർട്ട് ചെയ്യാനൊക്കെ എളുപ്പമാക്കുന്നതിന് വേണ്ടി പേഷ്യൻസിന് പരിചരണം കൊടുക്കുന്ന ഏരിയയിൽ ലീക്ക് പ്രൂഫ് ആയിട്ടുള്ള കണ്ടെയ്നറുകൾ ക്ലിയർലി ലേബൽ ചെയ്ത് ഇന്ന കാര്യം ഇൻഫെക്റ്റഡ് ആയിട്ടുള്ളത് ഇന്നതാണ്, അല്ലെങ്കിൽ നോൺ പൊട്ടൻഷ്യലി ഇൻഫെക്റ്റീവ് ആയിട്ടുള്ള നമുക്ക് അപകട സാധ്യത ഇല്ലാത്തത് ഇന്നതാണ് എന്നൊക്കെ വേർതിരിച്ച് ക്ലിയർലി ലേബൽ ചെയ്ത് അതിൻ്റെതായിട്ടുള്ള ലീക്ക് പ്രൂഫ് കണ്ടെയ്നറുകളിലായിരിക്കണം ഈ പറയുന്ന പേഷ്യൻസിന് പരിചരണവുമായി ബന്ധപ്പെട്ട് ഉപയോഗിച്ചിട്ടുള്ള തുണിത്തരങ്ങൾ നിക്ഷേപിക്കേണ്ടത്. അപ്പൊ ആ സ്റ്റാഫുകൾക്ക് അത്രയും അപകട സാധ്യത കുറവായിരിക്കും. അതിനനുസരിച്ച് അവർ PPE പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റുകളൊക്കെ ധരിച്ചു വേണം അത് ട്രാൻസ്പോർട്ട് ചെയ്യാനും ഡിസ്പോസ് ചെയ്യാനും പ്രോസസ് ചെയ്യാനും. ഓക്കെ, ക്ലിയർ ആണോ? നെക്സ്റ്റ് പറയുന്നത് സാനിറ്റൈസിങ് വാഷിംഗ് മെഷീൻ. വാഷിംഗ് മെഷീന്റെ സാനിറ്റൈസിംഗിൽ പറയുന്നത് ഇൻ ഓർഡർ ടു പ്രിവെന്റ് control contamination, every wash should be sanitized at least once a day. ഒരു ദിവസം ഒരു പ്രാവശ്യമെങ്കിലും നമ്മുടെ വാഷിംഗ് മെഷീൻസ് നിർബന്ധമായിട്ടും സാനിറ്റൈസ് ചെയ്യാറുണ്ട്. കാരണം ഇപ്പൊ ഒരു പ്രാവശ്യം ഇട്ട തുണിത്തരങ്ങളിൽ നിന്നും ആ വാഷിംഗ് മെഷീനിലും ഉണ്ടാവും അല്ലെ അതിനനുസരിച്ചുള്ള ഇൻഫെക്ഷൻസ് ആയിട്ടുള്ള ഏജൻസുകൾ. അപ്പൊ അത് മറ്റുള്ള തുണികൾ ഇടുമ്പോൾ അതിലേക്ക് സ്പ്രെഡ് ആവുന്നതും കാര്യങ്ങളും ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നിർബന്ധമായിട്ടും ഒരു ദിവസം ഒരു പ്രാവശ്യമെങ്കിലും വാഷിംഗ് മെഷീൻസ് എന്ത് ചെയ്യാറുണ്ട്, സാനിറ്റൈസ് ചെയ്യാറുണ്ട്, ശുചീകരണം നടത്താറുണ്ട്, അത് വിമുക്തമാക്കാറുണ്ട്. അതുകൂടാതെ ഇൻഫെക്റ്റഡ് ലിനൻസ് ആണ് നമ്മൾ അവിടെ വാഷ് ചെയ്യുന്നതെങ്കിൽ അതിനുശേഷം നിർബന്ധമായിട്ടും ആ വാഷിംഗ് മെഷീൻ എന്ത് ചെയ്യണം, ഡിസിൻഫെക്റ്റ് ചെയ്തിട്ടായിരിക്കും അടുത്ത പ്രോസസ്സിലേക്കുള്ള തുണികൾ നമ്മൾ നിക്ഷേപിക്കുന്നത്. ഓക്കെ, ഇത്രയും കാര്യം നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. അതുകൊണ്ടാണ് കുറെ അധികം എക്സ്പ്ലനേഷൻ ഒന്നും തരാതിരുന്നത് കേട്ടോ. ഓക്കെ ആണോ ഓടവനെ? ക്ലിയർ ആണോ? ഓക്കെ, ഇനി അടുത്ത ഒരെണ്ണം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗമാണ് ലിനൻ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം. ഇത് ചോദിക്കാറുള്ള ഒരു ഏരിയ ആണ് കേട്ടോ. ലിനൻ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം, ലിനൻസിന്റെ വിതരണം എങ്ങനെയാണ്, ഓരോ തുണിത്തരങ്ങളും വിതരണം ചെയ്യുന്നത് എങ്ങനെയാണ്? 3 രീതിയിലാണ് ലിനൻസിന്റെ വിതരണം അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ സംവിധാനങ്ങൾ ഉള്ളത്. ഒന്നാമത്തത് സെൻട്രലൈസ്ഡ് ലിനൻ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം.
രണ്ടാമത്തത് ഡീസെൻട്രലൈസ്ഡ് ലിനൻ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം. മൂന്നാമത്തത് മിക്സഡ് ലിനൻ സർവീസ്. ഈ മൂന്നെണ്ണവും രണ്ടെണ്ണത്തിന്റെ ഒരു മിക്സ് ആണ് മൂന്നാമത്തത്. അത് മനസ്സിലാവുമല്ലോ, മിക്സഡ് ലിനൻ സർവീസ് എന്ന് പറയുമ്പോൾ. അപ്പൊ സെൻട്രലൈസ്ഡ് ലിനൻ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം, അതുപോലെ ഡീസെൻട്രലൈസ്ഡ് ലിനൻ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം. ജസ്റ്റ് ഒന്ന് പറയാനുള്ളൂ കേട്ടോ. സെൻട്രലൈസ്ഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള AC കാര്യങ്ങളൊക്കെ അറിഞ്ഞൂടെ നിങ്ങൾക്ക്? സെൻട്രലൈസ്ഡ് AC എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്, എന്താണ് അതിന്റെ പ്രത്യേകത? അങ്ങനെ എന്തെങ്കിലും ഒന്ന് കണക്ട് ചെയ്ത് വളരെ എളുപ്പത്തിൽ കിട്ടും കേട്ടോ. സെൻട്രലൈസ്ഡ് AC സംവിധാനം ചെയ്യുക എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് അവിടെ? ഒരു സെന്ററിൽ AC പ്ലേസ് ചെയ്യുമ്പോൾ അവിടെ തന്നെ എല്ലായിടത്തേക്കും, അല്ലെ, അതുമായി ബന്ധപ്പെട്ട എല്ലായിടത്തേക്കും, അല്ലെങ്കിൽ ഒരു ഫ്ലോറിലാണെങ്കിൽ ആ ഫ്ലോറിൽ എല്ലായിടത്തേക്കും സെന്ററിൽ പ്ലേസ് ചെയ്ത് എല്ലായിടത്തേക്കും നമ്മൾ ആ ഒരു എയർ കണ്ടീഷനിങ് എത്തിക്കുന്ന ഒരു പ്രോസസ് ആണ്, അല്ലെ. ഇനി ഡീസെൻട്രലൈസ്ഡ് എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും? അപ്പൊ ഡീസെൻട്രലൈസ്ഡ് എന്ന് പറയുമ്പോ എന്താണ് ഡീസെൻട്രലൈസ്ഡിന്റെ പ്രത്യേകത? ഇപ്പൊ ഒരു ഫ്ലോർ ഉണ്ടെങ്കിൽ അതിൽ ഓരോരോ ഡിഫറെന്റ് റൂമുകളിലായിട്ട് നമ്മൾ പ്ലേസ് ചെയ്യുന്നു, അല്ലെ, ഡിഫറെന്റ് ആയിട്ട് കൊടുക്കുന്നു, അല്ലെ, ഒരുമിച്ചല്ല, ഒറ്റ സ്ഥലത്ത് നല്ല പ്രൊവൈഡ് ചെയ്യുന്നത്. ഒരു റൂമിന് വേണ്ടി അല്ലെങ്കിൽ ഒരു ഏരിയക്ക് വേണ്ടിയിട്ട് അവിടെ ഒരെണ്ണം കൊടുക്കുന്നു, മറ്റൊരു ഏരിയക്ക് വേണ്ടിയിട്ട് അവിടെ ഒരെണ്ണം കൊടുക്കുന്നു, അല്ലെ, അങ്ങനെയല്ലേ? ഇവിടെയും അതേ രീതി തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. അപ്പൊ സെൻട്രലൈസ്ഡ് ലിനൻ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുമ്പോൾ ഒരൊറ്റ സെൻട്രൽ റൂമിൽ നിന്നുമാണ് ആ ഹോസ്പിറ്റലിലേക്കുള്ള എല്ലാ ഇടങ്ങളിലേക്കുമുള്ള തുണികൾ വിതരണം ചെയ്യുന്നത്. മനസ്സിലായോ? ഒരൊറ്റ സെൻട്രൽ റൂമിൽ നിന്നും ആ ഹോസ്പിറ്റലിന് ആവശ്യമായ എല്ലാ ഇടങ്ങളിലേക്കും ലിനൻസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതാണ് സെൻട്രലൈസ്ഡ് ലിനൻ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം. ഇനി ഡീസെൻട്രലൈസ്ഡ് ലിനൻ സർവീസ് എന്ന് പറയുമ്പോൾ അതാണ് കുറച്ച് ചെറിയ ചെറിയ ഡിഫറെന്റ് യൂണിറ്റുകളായിട്ട് തിരിച്ചിട്ട്, ഇപ്പൊ ഒരു വാർഡ് യൂണിറ്റ്, വാർഡുമായി ബന്ധപ്പെട്ട ഒരു യൂണിറ്റ്, ഓപ്പറേഷൻ തിയേറ്ററുമായി ബന്ധപ്പെട്ട ഒരു യൂണിറ്റ്, അല്ല എങ്കിൽ ഓരോരോ ഫ്ലോറുമായി ബന്ധപ്പെട്ട ഓരോ ചെറിയ ചെറിയ യൂണിറ്റുകളായിട്ട് തിരിക്കുന്നു. അതിനനുസരിച്ച് കൃത്യമായിട്ട് ആ യൂണിറ്റുകളിൽ നിന്നാണ് അതിൻ്റെതായിട്ടുള്ള അതാത് ഫ്ലോറുകളിലുള്ള ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് തൊഴിലുകൾ വിതരണം ചെയ്യുന്നത്. അതാണ് ഡീസെൻട്രലൈസ്ഡ് എന്ന് പറയുന്നത്. മിക്സഡ് ആവുമ്പോൾ രണ്ട് രീതിയിലും വരുന്നുണ്ട്. ഓക്കെ, ജസ്റ്റ് മിസ് ഒന്ന് ഒരു ഒറ്റ ഔട്ട്ലൈൻ തന്നതാണ്. അടുത്ത ദിവസം ക്ലിയർ ആയിട്ട് പറഞ്ഞു തരാം കേട്ടോ. ഇത്രയും വായിച്ചിട്ട് വരാം. ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. താങ്ക് യു.